പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് നമ്മൾക്ക് ഇവിടുന്ന് ചർച്ച ചെയ്യാനുള്ളത്. നമ്മളൊക്കെ ഖുർആൻ ഓതുന്ന ആളുകളാണ്. പക്ഷെ എന്താണ് ഖുർആൻ എന്ന് ആരും മനസ്സിലാക്കിയിട്ടില്ല. ഖുർആൻ ഓതൽ ഇബാദത്താണ്. പക്ഷെ ഖുർആൻ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്, എങ്ങനെ ഓതിയാലാണ് അതിന്റെ മഹത്വം അല്ലാഹു നമ്മൾക്ക് നൽകുന്നത്, തിരിച്ചറിയേണ്ട, മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. എനിക്ക് ആദ്യമേ പറയാനുള്ളത്, തുടർച്ച വിഷയം പൂർത്തിയാകുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ നിന്ന് സ്ഥലം വിടരുത്. വളരെ വിശാലമായി, വളരെ ഗഹനമായി, തദ്വിഷയകമായി ഒരു ചർച്ച നമ്മൾക്ക് ഇവിടെ നടത്താനുണ്ട്. അതുകൊണ്ട് ഇതിന്റെ അവസാനത്തിലും ഇതിന്റെ തുടക്കത്തിലും ഇരിക്കുന്ന ആളുകൾക്കാണ് ഇവിടെ എന്താണ് ഈ ചർച്ച ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റും. ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പേ ഖുർആൻ കൊണ്ട് ഇവിടെ ജീവിച്ച ആളുകളുണ്ട്, അല്ലേ? ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പേ ഖുർആൻ കൊണ്ട് ജീവിച്ച ആളുകൾ ഇവിടെയുണ്ട്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പേ ഖുർആൻ കൊണ്ട് ജീവിച്ച ആളാണ്. അല്ലാഹു ദഅവത്ത് നൽകി, അല്ലാഹു നബുവത്ത് നൽകുന്നതിന് മുമ്പ് കള്ളിന്റെ രുചിച്ചു നോക്കിയിട്ടില്ല. അവിഹിതമായ ഒരു ബന്ധത്തിലോ ഒരു ഏർപ്പാടിലോ അനുബന്ധങ്ങൾ ഏർപ്പെട്ടിട്ടില്ല. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബിംബത്തിന് മുമ്പിൽ പോലും സുജൂദ് ചെയ്തിട്ടില്ല. ജീവിതത്തിൽ നുണ പറയാതെ, കളവ് പറയാതെ, മോഷ്ടിക്കാതെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ സമുദായത്തിനിടയിൽ അംഗീകാരം ലഭിച്ചു. പരിശുദ്ധമായ ഹജറുൽ അസ്വദ് തലസ്ഥാനത്ത് സ്ഥാപിക്കേണ്ട സമയത്ത് ആരാണിത് സ്ഥാപിക്കുക എന്നൊരു ചർച്ച വന്നപ്പോ ആദ്യമായി ഈ സ്ഥലത്തേക്ക് കടന്നു വരുന്നവർ അതതിന്റെ തൽസ്ഥാനത്ത് സ്ഥാപിക്കട്ടെ എന്ന ചർച്ച വരികയും അവിടേക്ക് കടന്നു വന്നത് അപ്രതീക്ഷിതമായി ലോകത്തിന്റെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ വന്നപ്പോ അവിടെയുള്ള എല്ലാ ആളുകൾക്കും സന്തോഷമായി, തൃപ്തിയായി. അവര് പറഞ്ഞു, അൽ അമീൻ, ജീവിതത്തിൽ ഇന്നേ വരെ നുണ പറഞ്ഞിട്ടില്ലാത്ത, കളവ് പറഞ്ഞിട്ടില്ലാത്ത മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ, മുഹമ്മദ് നബിയാണല്ലോ, മുഹമ്മദാണല്ലോ കടന്നു വന്നത്. എല്ലാവരും വളരെ ആവേശത്തോടെ നബി തങ്ങൾ സ്വീകരിച്ചു എന്നാണ്. ഖുർആൻ ഇറങ്ങുന്നത് 40-ാമത്തെ വയസ്സിലാണ്. 40 ഖുർആനാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പേ ഖുർആൻ കൊണ്ട് ജീവിച്ച ആളാണ്. ജീവിതത്തിൽ കള്ള് രുചിച്ചു നോക്കിയിട്ടില്ല. ജീവിതത്തിൽ ഒരു ബിംബത്തിന് മുമ്പിൽ പോലും മഹാനായ സിദ്ദീഖ് തങ്ങൾ തലകുനിച്ചിട്ടില്ല. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് ജീവിതം നിർബന്ധമാകുന്നതിന് മുമ്പേ ഖുർആനിൽ അധിഷ്ഠിതമായി ജീവിച്ച മഹാനാണ് മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് പരിശുദ്ധമായ റമളാനിന്റെ 1-ാമത്തെ ദിവസത്തിലാണ്. റമളാൻ ദിവസത്തിലാണ് മുഹയ്യിദ്ദീൻ ശൈഖ് ജനിക്കുന്നത്. ഉമ്മ പതിവ് പോലെ പൊന്നുമോൻ ജനിച്ചപ്പോ പൊന്നുമോനെ മാറോട് ചേർത്തിട്ട് മുലപ്പാല് നൽകി. മുലപ്പാല് കുടിക്കാതെ മുഖം തട്ടിമാറ്റുകയാണ് മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ഉമ്മയുടെ മുലപ്പാല് കുടിക്കാതിരുന്നപ്പോ അയൽവാസികൾ വിളിച്ചു, കുടുംബക്കാരെ വിളിച്ചു, തൊട്ടടുത്തുള്ള ആളുകളെ ഒക്കെ വിളിച്ചു. ഒരാളുടെ മുലപ്പാലും അദ്ദേഹം ജനിച്ച ദിവസത്തിൽ കുടിക്കുന്നില്ല. മുമ്പായിരുന്നു. നോമ്പ് തുറന്ന ഉടനെ, പരിശുദ്ധമായ റമളാനിന്റെ നോമ്പ് തുറന്ന ഉടനെ ഉമ്മ മുലപ്പാല് നൽകുമ്പോൾ അദ്ദേഹം മുലപ്പാല് കുടിക്കുകയാണ്. മുതലായ റമളാനിൽ 30 നാളിൽ മുല കൊടുക്കും കാലം മുലയെ തോടാച്ചോവർ. പരിശുദ്ധമായ റമളാൻ മാസം 30 ദിവസക്കാലം പകൽ സമയങ്ങളിൽ തന്റെ മാതാവ് മുലപ്പാല് നൽകി കുടിക്കാനോ തൊട്ടു നോക്കാനോ മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തയ്യാറായില്ല. മഗ്‌രിബിന്റെ ശേഷമാണ് അദ്ദേഹം മുലപ്പാല് കുടിക്കാൻ തുടങ്ങിയത്. മഗ്‌രിബിന്റെയും സുബഹിയുടെയും ഇടയിലാണ് അദ്ദേഹം മുലപ്പാല് കുടിച്ചത്. ഇനി കേൾക്കണോ മറ്റൊരു അത്ഭുതം? 2-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഒരു ഫത്വ നൽകുന്നത്. 2-ാമത്തെ വയസ്സിലാണ്. പൂർത്തിയാശത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പരിശുദ്ധമായ റമളാൻ കടന്നു വരുന്ന സമയമാണത്. മേഘാവൃതമായ രാത്രിയാണത്. ഇന്ന് പരിശുദ്ധമായ റമളാൻ
ഒന്നാണോ എന്ന് തീരുമാനിക്കാൻ മേഘാവൃതമായതുകൊണ്ട് ചന്ദ്രനെ കാണാൻ പറ്റുന്നില്ല. ചന്ദ്രനുണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ അവർക്കാർക്കും സാധിക്കുന്നില്ല. മേഘാവൃതമാണ്, നിറയെ മേഘങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ആ സമയത്താണ് അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ പറയുന്നത്, ഇന്ന് പരിശുദ്ധമായ റമദാൻ ഒന്നാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ നാളെ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ മുഹിയദ്ദീൻ എന്ന് പറയുന്ന ഈ കുട്ടിക്ക് മുലപ്പാൽ നൽകി നോക്കാം. കുടിച്ചാൽ ഇന്ന് റമദാനല്ല, കുടിച്ചില്ലെങ്കിലോ ഇന്ന് റമദാൻ ഒന്നാണ്. രണ്ടാമത്തെ വർഷം ജനിച്ചിട്ട് രണ്ടാമത്തെ വർഷം രാത്രി കഴിഞ്ഞു. സുബഹി നിസ്കരിച്ച ശേഷം എന്റെ പൊന്നുമോനെ മാറോട് ചേർത്തിട്ട് മുലപ്പാല് നൽകുന്ന കുഞ്ഞുമോൻ തന്റെ മുഖം തട്ടി മാറ്റി മുലപ്പാല് കുടിച്ചില്ല. അന്ന് നാട്ടുകാരൊക്കെ നോമ്പെടുത്തു. രണ്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം നിലാവ് കണ്ടു, അല്ലെങ്കിൽ റമദാൻ ഒന്നാണെന്ന് സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് രണ്ടാമത്തെ വയസ്സിലാണ്. ഖുർആൻ അദ്ദേഹത്തിന് നിർബന്ധമായിട്ടില്ല. അദ്ദേഹം ഖുർആൻ കൊണ്ട് ജീവിക്കാൻ. പല രീതിയിൽ പല ആളുകൾ, ചില ആളുകൾ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളായിരിക്കുന്നവർക്ക് മാറ്റം നൽകുക. മഹാനായ ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ലോകം കണ്ട പ്രശസ്തനായ ഒരു കുറ്റവാളിയും കൊലപാതകം നടത്തുന്ന സംഘത്തിന്റെ നേതാവുമായിരുന്നു മഹാനായ ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം കൊള്ളത്തലവനായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം തന്റെ കാമുകിയുടെ വീട്ടിലേക്ക് മതിൽ ചാടി കിടക്കുമ്പോഴാണ് ആ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത് കേൾക്കാനിടയായത്. ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധമായ ഖുർആൻ വെറുതെ ഓതിവിടാനുള്ളതല്ല, അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനും അതിന്റെ അർത്ഥങ്ങൾ തിരിച്ചറിയാനും എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കി ഓതാനാണ് ഖുർആൻ അല്ലാഹു തആല ഉറപ്പിക്കുന്നത്. എന്നാ ഉസ്താദെ, ഞങ്ങൾ ഓതുന്നതിൽ പുണ്യമില്ലേ? പുണ്യമുണ്ട്, ഇല്ല എന്നല്ല. അതാ ഞാൻ പറഞ്ഞത്, പകുതിയിൽ നിന്ന് പോയ വിഷയങ്ങൾ മനസ്സിലാവില്ല. പരിശുദ്ധമായ ഖുർആൻ അർത്ഥമറിയാതെ ഓതിയാൽ പ്രതിഫലം ലഭിക്കൂലേ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. പ്രതിഫലം ലഭിക്കൂല എന്നല്ല, ഒരു ഹർഫിന് 10 ഹസനത്ത് എന്ന രീതിയിൽ ഒരു ഹർഫിന് 10 പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത്. അലിഫ് ലാം മീം, അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ലാം മീം എന്ന് ഓതുമ്പോൾ 30 പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത്. അലിഫ് ലാം എന്ന് പാരായണം ചെയ്യുമ്പോൾ അല്ലാഹു പ്രതിഫലം നൽകുന്നത് 30 പ്രതിഫലമാണ്. എത്ര മിനിറ്റ്, ഒരു സെക്കൻഡ് പോലും വേണ്ട. അലിഫ് ലാം മീം 30 പ്രതിഫലം ലഭിച്ചു. അർത്ഥറിയാതെ ഓതിയാൽ പ്രതിഫലം കിട്ടൂല എന്നല്ല പറയുന്നത്. പക്ഷേ ഖുർആനിന്റെ യഥാർത്ഥ മഹത്വം, അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ ബെനിഫിറ്റ്, ഉപകാരം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ അത് അർത്ഥം മനസ്സിലാക്കിയിട്ട് ഓതിയാലേ കിട്ടുള്ളൂ. മഹാനായ ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു, മഹാനായ ഫുലൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ്, അദ്ദേഹം വലിയ കൊള്ളത്തലവനായിരുന്നു. തന്റെ കാമുകിയുടെ വീട്ടിലേക്ക് മതിൽ ചാടി കിടക്കുമ്പോഴാണ് ആ വീട്ടിൽ നിന്ന് വളരെ മനോഹരമായ പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണം കേൾക്കാനിടയായത്. വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് ആരോ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. മഹാനായ ഫുലൈൽ എന്ന് പറയുന്ന കള്ളത്തലവൻ തന്റെ കാമുകിയുടെ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴാണ് വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് മനോഹരമായ ഖുർആനിന്റെ പാരായണം കേൾക്കുന്നത്. അലം യഅനി, സമയമായിട്ടില്ലേ, സമയമായിട്ടില്ലേ, തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിനെ പേടിച്ച് നന്നാവാനുള്ള സമയം ആയിട്ടില്ലേ, അല്ലാഹുവിനെ പേടിച്ച് നന്നാവാനുള്ള സമയം ആയിട്ടില്ലേ. വമാ നസല മിനൽ ഹഖ്, പരിശുദ്ധമായ
പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ജീവിക്കാനുള്ള സമയമായിട്ടില്ലേ എന്ന് ആ വീടിന്റെ കത്തളങ്ങളിൽ നിന്ന് വളരെ മധുരിതമായി വളരെ മനോഹരമായ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് കേട്ടപ്പോഴാണ് അദ്ദേഹം ആലോചിക്കാൻ തുടങ്ങിയത്, ഇത് എന്നോടാണല്ലോ പറയുന്നത്, ഇത് എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്, ഇത് എന്നെയാണല്ലോ ഉദ്ദേശിക്കുന്നത് എന്ന നിയത്തോടെ തന്റെ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെച്ചുകൊണ്ട് ആ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം പറയാണ്, യാ റബ്ബി വഖദ് ആൻ, യാ റബ്ബി വഖദ് ആൻ. അല്ലാഹുവേ സമയമായിട്ടുണ്ട് റബ്ബേ, നന്നാവാനുള്ള സമയമായിട്ടുണ്ട് റബ്ബേ. ഇനി ഞാൻ കളവ് നടത്താൻ ഞാനില്ല, കൊള്ളിവെപ്പിന് ഞാനില്ല, വ്യഭിചാരത്തിന് ഞാനില്ല, തോന്നിവാസങ്ങൾക്ക് ഞാനില്ല, ഇനി ഞാൻ നന്നാവുകയാണ് എന്ന് അല്ലാഹുവിനോട് ആ സ്ഥലത്ത് വെച്ച് തീരുമാനിച്ച മഹാനായ ഖുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു സ്ഥലം വിടുകയാണ്. അങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ സങ്കേതം എവിടെയാണോ ഉള്ളത് ആ സ്ഥലത്തിന്റെ തൊട്ടടുത്തായി ഒരു കൂട്ടം മുസ്ലിമീങ്ങളായ ആളുകൾ അവിടെ ചർച്ച ചെയ്യുന്നത്, ഇന്ന് രാത്രി ഇവിടെ താമസിക്കണോ അല്ല ഞങ്ങൾ ഇന്ന് രാത്രി യാത്ര ചെയ്യണോ എന്ന് ചർച്ച ചെയ്യുമ്പോഴാണ് മറ്റൊരു കൂട്ടം ആളുകൾ പറഞ്ഞത്, ഇന്ന് രാത്രി ഇവിടെ താമസിക്കാം, എങ്ങാനും ഈ രാത്രിയിൽ ഞങ്ങൾ യാത്ര ചെയ്താൽ ഖുലൈലിന്റെ കൊള്ളത്തലവൻ ആളുകൾ ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ടല്ലോ, ഞങ്ങൾ ആക്രമിക്കാൻ സാധ്യതയുണ്ടല്ലോ, അതുകൊണ്ട് ഇന്ന് ഇവിടെ താമസിച്ച് പ്രഭാതത്തിൽ പകൽ വെളിച്ചം കടന്നു വന്നാൽ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായ ഖുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അല്ലാഹുവേ ഞാനിവിടെ കൊള്ളിവെപ്പും കൊലയും നടക്കുകയാണല്ലോ, ഞാനിവിടെ തോന്നിവാസം ചെയ്ത് നടക്കുകയാണല്ലോ, ഒരുപാട് മുസ്ലിമീങ്ങൾ എന്നെ പേടിച്ച് യാത്ര പോലും ചെയ്യാതെ, എന്നെ പേടിച്ച് ഒരു സ്ഥലത്ത് യാത്ര പോലും ചെയ്യാതെ തമ്പടിക്കുകയാണല്ലോ അല്ലാഹ്, ഞാൻ നന്നാവുകയാണ് റബ്ബേ എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധമായ ഹറമിന്റെ സമീപത്തേക്ക് കടന്നു ചെന്നിട്ട് തൗബ ചെയ്ത് ലോകം കണ്ട മഹാനായി മാറി മഹാനായ ഖുലൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ്. ഒരു ആയത്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയത്. ഒരു ആയത്താണ്. ഏതാണ് ആയത്ത്? നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നുണ്ടോ? ആ ചോദ്യം ഇന്ന് നമ്മയും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുന്നിലും നമ്മുടെ കർണപുടങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി ആ ചോദ്യം അവിടെ ബാക്കിയുണ്ട്. ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കുക. ഖുർആനിന്റെ ചോദ്യമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ആയത്താണ്. എന്നാൽ ഇത് ഖിയാമത്ത് നാൾ വരെ ഈ ഖുർആനിന് നിലനിൽപ്പുണ്ട് എന്ന് നമ്മൾക്ക് സംശയമില്ലാത്ത വിഷയമാണ്, അല്ലേ? ഇന്നാ നഹ്നു നസ്സൽനാ الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. നാമായ ഖുർആനിനെ ഇറക്കിയത് നാമാണ്. പരിശുദ്ധമായ ഖുർആനിനെ ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കേണ്ട ബാധ്യതയും എനിക്കുണ്ട് എന്ന് അല്ലാഹു പറയുമ്പോൾ ഏറ്റവും വ്യക്തമായ ഒരു ഉദാഹരണം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ? മഅമൂൻ രാജാവിന്റെ സമീപത്തേക്ക് ഒരു ജൂതനായ ഒരു സഹോദരൻ വരുന്നുണ്ട്. മഅമൂൻ രാജാവ് അദ്ദേഹം ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട്. ആ ഒരു സദസ്സിലേക്ക് ഒരു ജൂതനായ ഒരു സഹോദരൻ കടന്നു വരാൻ. ആ ജൂതൻ വന്നപ്പോ മഹാനായ മഅമൂൻ രാജാവ് പറഞ്ഞു, ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു. നീ ഒരു ബനു ഇസ്രായേൽക്കാരനാണല്ലോ, നീ അഹ്ലു ബൈത്തിൽപ്പെട്ട അഹ്ലു കിതാബിൽപ്പെട്ട ആളാണല്ലോ, അതുകൊണ്ട് നിനക്ക് പരിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നുകൂടെ എന്ന് മഹാനായ മഅമൂൻ രാജാവ് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, സമയമായിട്ടില്ല, എനിക്ക് പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് മനസ്സിലായിട്ടില്ല, സമയമായിട്ടില്ല. മഅമൂൻ രാജാവിന്റെ സമീപത്ത് നിന്ന് അദ്ദേഹം യാത്ര ചോദിച്ചു തിരിച്ചു പോവുകയാണ്. കൃത്യമായി 1 വർഷം കഴിഞ്ഞപ്പോഴാണ് മഅമൂൻ രാജാവിന്റെ സമീപത്തേക്ക് ആ ജൂതനായ സഹോദരൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നും അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്നും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധി മഹാനായ മഅമൂൻ രാജാവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നപ്പോഴാണ് മഅമൂൻ രാജാവ് ചോദിക്കുന്നത്, 1 വർഷം മുമ്പ് ഞാൻ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടല്ലോ, 1 വർഷം മുമ്പ് പരിശുദ്ധമായ ഇസ്ലാമിനെ ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടല്ലോ, അന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, ഇന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചപ്പോ മഅമൂൻ രാജാവിനോട് അദ്ദേഹം ഒരു യാഥാർത്ഥ്യം പറയുകയാണ്. നിങ്ങളുടെ സമീപത്തു നിന്ന് ഞാൻ ഇറങ്ങിപ്പോയ ഉടനെ ഞാൻ നല്ല എഴുത്തുകാരനാണ്, നല്ലൊരു ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആളാണ് ഞാൻ.
നേരെ പോയി ഒരു തൗറാത്ത് എടുത്തു. തൗറാത്തിന്റെ അതേ ഒരു കോപ്പി ഒരു 3 കോപ്പികളായി ഞാനും എഴുതി വെച്ചു. തൗറാത്തിലുള്ളതുപോലെ ഞാനും ഒരു പുസ്തകമായി അതിലുള്ളതുപോലെ പകർത്തി എഴുതി. പക്ഷേ ചില സ്ഥലങ്ങളിൽ ചില ആയത്തുകൾ, അതിന്റെ ചില സൂക്തങ്ങൾ ഞാൻ മാറ്റിമറിച്ചു. ചിലത് എന്റേത് വക ഞാൻ കൂട്ടിച്ചേർത്തു, മറ്റു ചിലത് ഞാൻ മായ്ച്ചു കളഞ്ഞു. എന്നിട്ടൊരു പൂർണ്ണമായ തൗറാത്തിന്റെ രൂപം അതുണ്ടാക്കുകയും എന്നിട്ട് ഞാൻ ജൂതന്മാരുടെ കൈകളിലേക്ക് നൽകിയപ്പോ വളരെ സന്തോഷത്തോടെ വളരെ സ്വീകരണം നൽകിയ ആ ഒരു കിതാബിനെ അവർ സ്വീകരിക്കുകയുണ്ടായി. ഞാൻ അവർക്ക് നൽകി എന്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വന്നു. തൗറാത്തിൽ ഞാൻ മാറ്റം വരുത്തിയത് അവർ തിരിച്ചറിഞ്ഞില്ല, അതിലേക്ക് ഞാൻ കൂട്ടിച്ചേർത്തത് അവർ തിരിച്ചറിഞ്ഞില്ല, അതിൽ നിന്ന് ചില ആയത്തുകൾ മായ്ച്ചു കളഞ്ഞതും അവർ തിരിച്ചറിഞ്ഞില്ല. വളരെ സന്തോഷത്തോടെ വളരെ സ്വീകരണം നൽകിയിട്ടാണ് ആ ഏടിനെ അവർ സ്വീകരിച്ചത്. പിന്നെ ഞാൻ രണ്ടാമതായി ബൈബിൾ എടുത്തു. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ബൈബിൾ ഞാൻ എടുക്കുകയുണ്ടായി. ബൈബിൾ എടുത്തു. അതുപോലെ മറ്റൊരു കോപ്പി ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്, അതുപോലെ പകർത്തെഴുതുകയാണ്. അതിന്റെ ചില വരികൾ ഞാൻ മായ്ച്ചു കളഞ്ഞു, അതിലേക്ക് എന്റേതായ ചില ആശയങ്ങൾ ഞാൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതിലേക്ക് ചില വാക്കുകൾ ഞാൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി, ചില ആയത്തുകൾ ഞാൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി. എന്നിട്ട് അതേപോലെ ഒരു ബൈബിളായി ക്രൈസ്തവന്മാരുടെ കൈകളിലേക്ക് കൊണ്ടുചെന്ന് കൊടുത്തപ്പോ അവരും വളരെ ആദരവോടെ വളരെ സന്തോഷത്തോടെ ആ ബൈബിളിന്റെ കോപ്പി സ്വീകരിക്കുകയാണ്. എന്നിട്ട് അവരെന്നെ സ്വീകരിച്ചിരുത്തി. അവർക്ക് ഞാൻ മാറ്റം വരുത്തിയത് തിരിച്ചറിഞ്ഞില്ല, അതിൽ നിന്ന് മായ്ച്ചു കളഞ്ഞതും അവർ തിരിച്ചറിഞ്ഞില്ല. ഇനി കൂട്ടാനുണ്ടോ? സൗണ്ട് ഉണ്ടെങ്കിൽ കൂട്ടി. ഫുള്ള് 4 മോണിറ്ററും മാക്സിമം കൂട്ടി, ഷാർപ്പ് സൗണ്ട് ഷാർപ്പാക്കി. അതേപോലെ അദ്ദേഹം പറയാണ്, ബൈബിൾ ഞാൻ മാറ്റത്തിരുത്തലുകൾക്ക് ഞാൻ വിധേയമാക്കിയപ്പോൾ അത് തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. പിന്നെ ഞാൻ പരിശുദ്ധമായ ഖുർആൻ എടുക്കുകയുണ്ടായി. കേൾക്കണം, പരിശുദ്ധമായ ഖുർആൻ ഒരു മുസ്ഹഫ് ഞാൻ എടുത്തു. അതുപോലെ മറ്റൊരു മുസ്ഹഫിലേക്ക് ഞാൻ ഇങ്ങനെ പകർത്തി എഴുതാൻ തുടങ്ങി. ഒരു ആയത്തെന്ന രീതിയിൽ പകർത്തി എഴുതുമ്പോ അതിനിടയിൽ അറിയാതെ ചില പദങ്ങൾ ഞാൻ എന്റേത് വകയായി ഞാൻ കൂട്ടിച്ചേർത്തു. ചിലത് ഞാൻ മായ്ച്ചു കളഞ്ഞു, ചിലത് ഞാൻ ഡിലീറ്റ് ചെയ്തു, ചില ആയത്തുകൾ ഞാൻ എഴുതി വെച്ചില്ല. അങ്ങനെ ഒരു ഖുർആനിന്റെ കോപ്പി വെച്ചു മുസ്ലിമീങ്ങളായ ആളുകളുടെ കൈകളിലേക്ക് ഈ കോപ്പി നൽകിയപ്പോഴാണ് അവരാ കോപ്പി തുറന്നു നോക്കുന്നത്. ആ കോപ്പി വായിച്ചു നോക്കുമ്പോഴാണ് ചില മാറ്റത്തിരുത്തലുകൾക്ക് ഇത് വിധേയമായി എന്നവർക്ക് മനസ്സിലായത്. ആ കോപ്പി വലിച്ചെറിഞ്ഞിട്ട് എന്നെ അവർ ആട്ടിയോടിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. ഇത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, ഇത് റബ്ബിന്റെ ഒരു ഗ്രന്ഥമാണ്, ഇത് രക്ഷിതാവായ അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. ഇതിലേക്ക് മാറ്റം വരുത്താൻ ഒരാൾക്കും കഴിയില്ല. ലാ യഅതീഹിൽ ബാതിലു, അതിലേക്കൊരു തിന്മ മുൻഭാഗത്തു നിന്നോ പിൻഭാഗത്തു നിന്നോ അറിയാതൊരു വാക്ക് പോലും അതിലേക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയൂല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഒന്നും ഞാൻ ആലോചിച്ചില്ല. ഉടനെ ഞാൻ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണെന്ന് മനസ്സിലാക്കിയ ഉടനെ ഞാൻ ഒരു സമയം പോലും പിന്തിപ്പിക്കാതെ ഉടനെ ഞാൻ അല്ലാഹുവിലേക്ക് കടന്നു വരികയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു എന്ന് ആയുധനായ സഹോദരൻ മുസ്ലിമായി മഅ്മൂൻ രാജാവിനോട് പറയുകയാണ്. ഇനി നിങ്ങൾ ആലോചിക്കേ, ഇനി നമ്മൾ ആലോചിക്കണം. ഇന്ന് ലോകത്തുള്ള സകലമാന വേദഗ്രന്ഥങ്ങളെയും, ഇന്ന് ലോകത്തിലുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളും എല്ലാ മതക്കാരുടെ ഗ്രന്ഥങ്ങളും ഏതെങ്കിലും ഒരു തീക്കുണ്ടാരത്തിലിട്ട് കത്തിക്കരിച്ചാൽ, ഉദാഹരണം പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ ഗ്രന്ഥമായ പരിശുദ്ധമായ ഖുർആൻ എല്ലാ കോപ്പികളും ലോകത്തിന്റെ മുക്കുമുലകളിലുള്ള സകലമാന കോപ്പികളും ഒരു തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ ഒരു കോപ്പി പോലുമില്ല, ഹാർഡ് കോപ്പിയില്ല, സോഫ്റ്റ് കോപ്പിയിൽ ഒന്നുമില്ല, എല്ലാം വലിച്ചെറിഞ്ഞു. ബൈബിളുകൾ, മത്തായിയുടെ സുവിശേഷങ്ങൾ, മാർക്കോസിന്റെ സുവിശേഷങ്ങള്, ഋതുവേദങ്ങൾ, മഹാഭാരതം, രാമായണമെന്നില്ല. ലോകത്ത് ഏതൊക്കെ മതക്കാരുണ്ടോ, ഏതൊക്കെ വിശ്വാസക്കാരുണ്ടോ അവരുടെയൊക്കെ ഗ്രന്ഥങ്ങളുടെ ഹാർഡ് കോപ്പിയും സോഫ്റ്റ് കോപ്പിയും നശിപ്പിച്ചാൽ ഏതെങ്കിലും ഒരു മതക്കാർക്ക് അതേപോലെ അവരുടെ ഗ്രന്ഥം തിരിച്ചു എഴുതി വെക്കാൻ സാധിക്കുമോ ഇല്ലയോ? സാധിക്കുമോ ഇല്ലയോ? ജൂതന്മാർക്ക് സാധിക്കുമോ? ഹൈന്ദവ വിശ്വാസികൾക്ക് സാധിക്കുമോ? ക്രൈസ്തവ വിശ്വാസികൾക്ക് സാധിക്കുമോ? ആർക്കാണ് സാധിക്കുക? ആരാണ് മനഃപ്പാടമാക്കി വെച്ചിട്ടുള്ളത്? ആർക്കാണ് സാധിക്കുക?
ഒരാൾക്കും സാധിക്കില്ല. പക്ഷേ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പരിശുദ്ധ ഖുർആനിന്റെ മുഴുവൻ കോപ്പികൾ ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കിയാലും നിമിഷ നേരങ്ങൾ കൊണ്ട് ഒരു ഹർഫിന് പോലും വ്യത്യാസമില്ലാതെ ഖുർആനിന്റെ ഗ്രന്ഥങ്ങൾ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് അടിച്ചിറക്കാൻ പറ്റുമെന്നതിൽ സംശയമില്ല. കാരണം ഹാഫിലീങ്ങൾ, ലക്ഷക്കണക്കിന് ഹാഫിലീങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ ഇന്നത്തെ ചർച്ചാ വിഷയം ഒരുപാട് ഹാഫിലീങ്ങളെ സമുദായത്തിന് സമർപ്പിച്ചത് കൊണ്ട് സമുദായത്തിന് എന്ത് നേട്ടമാണുള്ളത്? അതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. അതാണ് ഇന്ന് ചർച്ചാ വിഷയം. എല്ലാവർക്കും മക്കളെ ഹാഫിലിങ്ങളാക്കണം. പോയ സ്ഥലങ്ങളിലൊക്കെ ചോദിക്കുന്ന ഒറ്റൊരു ചോദ്യം, ഉസ്താദേ മകനെ ഹാഫിലാക്കണമല്ലോ, എവിടെ ചേർക്കുക? കാസർഗോഡ് ജില്ലയിൽ എവിടെയാ സ്ഥലമുള്ളത്? മകളെ ഹാഫിലാക്കണമല്ലോ, എവിടെയാ കൊണ്ടുപോയി ചേർക്കുക? ഞാൻ ചോദിക്കട്ടെ, ഹാഫിലാക്കി മാറ്റിയാൽ മതിയോ? മക്കളെ ഹാഫിലാക്കിയത് കൊണ്ടെല്ലാം കഴിഞ്ഞു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. മക്കളെ ഹാഫിലാക്കിയിട്ട് എന്ത് ഉപകാരമാണുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞു, പ്രതിഫലം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ മഹാന്മാരായ പൂർവീകന്മാരായ സ്വഹാബാക്കളുമായി എന്ത് ബന്ധമാണ് ഈ വിഷയത്തിൽ നമ്മൾക്ക് പറയാനുള്ളത്? എന്ത് ബന്ധമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നാ സഅബ അലൈനാ ഹിഫ്ളുൽ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസമുണ്ടായിരുന്നു. ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസപ്പെട്ടിരുന്നു. ഒരുപാട് പ്രയാസങ്ങൾ ഞങ്ങൾ സഹിച്ചിരുന്നു. അത്തരത്തിൽ ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. പക്ഷേ വസഹുല അലൈനൽ അമലു ബിഹി, ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാൻ ഞങ്ങൾക്കൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല. ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാൻ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. മനഃപ്പാഠമാക്കാൻ വളരെ പ്രയാസമായിരുന്നു നമ്മൾക്ക്. ഇനി ഇന്നത്തെ കാലം ആലോചിച്ചു നോക്ക്. ഹാഫിലിങ്ങൾ ഇഷ്ടം പോലെ. മിനിഞ്ഞാന്ന് വടകരയിൽ ഒരു പരിപാടി, ഒരു ഹാഫിലിങ്ങൾക്ക് സന്നദ്ധാനം നൽകുന്ന ഒരു സദസ്സിൽ പങ്കെടുത്തപ്പോ ആദരണീയരായ MT ഉസ്താദ് പറഞ്ഞു, രാത്രി ഉറങ്ങാൻ കിടന്ന ഒരു സഹോദരൻ രാവിലെ ആകുമ്പോ ഹാഫിലായിട്ടുണ്ട്. രാത്രി ഉറങ്ങാൻ കിടന്നവരാണ് രാവിലെ ആകുമ്പോ ഹാഫിലായിട്ടുണ്ട്. സംഭവിക്കാം, ഒന്നും അത്ഭുതമല്ല, അതൊന്നും അത്ഭുതമായി കാണേണ്ടതില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ ഹിഫ്ള് കൊണ്ട്, വെറും ഹിഫ്ള് മാത്രം നമ്മളിൽ ഒതുക്കിയത് കൊണ്ട് എന്ത് നേട്ടം നമ്മൾക്കുണ്ടായി? ഒരുപാട് ഹിഫ്ള് കോളേജുകൾ നമ്മുടെ നാട്ടിൽ വളർന്ന് പന്തലിച്ചത് കൊണ്ട് എന്ത് നേട്ടമുണ്ടായി? എന്ത് നേട്ടമുണ്ടായി? മഹാനായ ഇബ്നു റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നാ സഅബ അലൈനാ ഹിഫ്ളുൽ ഖുർആൻ. ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസമുണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്രയാസം. പക്ഷേ വസഹുല അലൈനൽ അമലു ബിഹി, ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാൻ ഞങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. എന്താണോ ഖുർആൻ അതുപോലെ ജീവിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. ഇനി നിങ്ങൾ കേൾക്ക്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവം എന്തേ ചോദിച്ചപ്പോ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, കാന ഖുലുഖുഹു ഖുർആന, നബി തങ്ങളുടെ സ്വഭാവമായിരുന്നു ഖുർആൻ. ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകൾക്ക് എന്റെ സ്വഭാവം ഖുർആൻ എന്ന് പറയാൻ പറ്റും? നിങ്ങൾ പോട്ടെ, വേറെ പറഞ്ഞ് എനിക്ക് പറ്റും. ഖുർആൻ സ്വഭാവമായി മാറണം, മനഃപ്പാടാക്കലല്ല. ഇത് ഖുലുഖ്, കാന ഖുലുഖുഹു ഖുർആന. ഭാര്യയോട് ചോദിക്കുകയാണ്, നിങ്ങളെ പുതിയാപ്പിളയുടെ സ്വഭാവം എന്താണ്? അയ്യയ്യേ, വൃത്തികെട്ട സ്വഭാവമാണ്. അത് പറയാൻ പാടില്ല. എന്റെ ഭർത്താവ് ഖുർആനാണ്, എന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്ന് പറയിപ്പിക്കുന്ന എത്ര പുതിയാപ്പിളമാരെവിടെ ഉണ്ട്? അല്ലെങ്കിൽ എത്ര പെണ്ണുങ്ങളുണ്ട്? ഭർത്താവ് പറയണം, എന്റെ ഭാര്യ ഖുർആനാണ്, ഖുർആൻ അധിഷ്ഠിതമായ ജീവിതമാണ് എന്റെ ഭാര്യ നയിക്കുന്നത് എന്ന് പറയാൻ യോഗ്യരായ എത്ര പെണ്ണുങ്ങളുണ്ട്? ഹാഫിലിങ്ങളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. ഒരു വീട്ടിൽ ഒരാളെന്ന രീതിയിൽ ഹാഫിലിങ്ങളുണ്ട്. പ്രത്യേകമായി പറഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ വലിയ വലിയ മുതലാളിമാരൊക്കെ മക്കളെ ഹാഫിലിങ്ങളാക്കാൻ ഇഷ്ടംപോലെ ആളുകൾ അറിയാം. മുതലാളിമാർക്കൊക്കെ വലിയൊരു മാറ്റം വന്നൊരു സമയമാണിത്. എത്രയോ വലിയ വലിയ മുതലാളിമാരറിയാം മക്കളെ ഹുദവിയാക്കണം, മക്കളെ ഹാഫിലാക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ദുആ ചെയ്യാൻ പറയുന്ന എത്രയോ വലിയ കോടീശ്വരന്മാരറിയാം. അൽഹംദുലില്ലാഹ്, അല്ലാഹു നിലനിർത്തട്ടെ. വലിയൊരു നന്മയുടെ ഒരു സൂചനയാണ്, പ്രതീക്ഷയുടെ സൂചനയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, വ ഇന്ന മൻ ബഅദനാ, ഞങ്ങളുടെ ശേഷം ഒരു സമുദായം വരാനുണ്ട്, ഞങ്ങളുടെ ശേഷം ചില ആളുകൾ വരാനുണ്ട്. അവരുടെ പ്രത്യേകത എന്ത്? യസ്ഹുലു അലൈഹിം ഹിഫ്ളുൽ ഖുർആൻ, ഖുർആൻ മനഃപ്പാഠമാക്കാൻ അവർക്ക് വളരെ എളുപ്പമായിരിക്കും. 1.5 വർഷം കൊണ്ട് ഹാഫിലിങ്ങൾ രംഗത്തിറങ്ങും. 6 മാസം കൊണ്ട് ഹാഫിലിങ്ങൾ ഇറങ്ങും. 3 മാസം കൊണ്ട് ഹാഫിലിങ്ങൾ ഇറങ്ങും. 1 മാസത്തിൽ വരെ ഹാഫിലിങ്ങൾ ഇറങ്ങുന്നുണ്ട്.
യസ്ഹുലു അലൈഹിം ഹിഫ്ളുൽ ഖുർആൻ, ഖുർആൻ അവർക്ക് പഠിക്കാനും മനപ്പാഠമാക്കാനും വളരെ എളുപ്പമായിരിക്കും. പക്ഷേ വയസ്ഉബു അലൈഹിമുൽ അമലു ബിഹി, ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാൻ അവർക്ക് വളരെ പ്രയാസമായിരിക്കുമെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്, ഒരുപാട് ഹാഫിലീങ്ങൾ. പക്ഷെ ആരാണ് ഖുർആനിൽ അധിഷ്ഠിതമായി അമൽ ചെയ്ത് ജീവിക്കുന്നത്? എത്ര പേരുണ്ട്? ചോദിച്ചില്ലേ? ആ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് കാലഘട്ടത്തിൽ ഹാഫിലിങ്ങൾ കൂടുതലുണ്ട്, പക്ഷെ അതിനനുസരിച്ച് അമൽ ചെയ്യുന്ന എത്ര ആളുകളുണ്ട്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കേൾക്കണം നമ്മൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഖലീഫ, ഇസ്ലാമിക ചരിത്രത്തിലെ രണ്ടാം ഖലീഫ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ സൂറത്തുൽ ബഖറ മനപ്പാഠമാക്കാൻ 12 വർഷം എടുത്തിരുന്നു. കേട്ടോ, കേൾക്കുന്നുണ്ടോ? 12 വർഷമാണ് സൂറത്തുൽ ബഖറ മനപ്പാഠാക്കാൻ ഉമർ തങ്ങൾ എടുത്തത്. നമ്മൾ 1.5 വർഷം കൊണ്ട് ഹാഫിലിങ്ങൾ ഇറക്കാൻ ഓരോ സ്ഥാപനം കൊണ്ട് 1 വർഷം 2 വർഷം 3 വർഷം കൊണ്ട് ഹാഫിലിങ്ങൾ ഇറക്കാൻ. അപ്പൊ ഞാൻ ഈ പറയുന്നതൊന്നും ഹാഫിലിങ്ങൾ ഇറക്കണ്ട എന്നല്ല, അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് വരെ ഇരിക്കണം എന്ന് പറഞ്ഞു. എന്താണ് ഈ പറയുന്നതെന്ന് മനസ്സിലാക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 12 വർഷം കൊണ്ടാണ് പരിശുദ്ധമായ സൂറത്തുൽ ബഖറ മനപ്പാഠമാക്കിയത്. എന്നിട്ടോ അദ്ദേഹം പരിശുദ്ധമായ സൂറത്തുൽ ബഖറ മനപ്പാഠമാക്കിയപ്പോ അതിന്റെ പേരിൽ ആടറുത്ത് സമ്മാനം നൽകിയിട്ടുണ്ട്. ആടറുത്തിട്ട് ഇറച്ചി വിതരണം ചെയ്തു. സന്തോഷം കൊണ്ട്, സൂറത്തുൽ ബഖറ മനപ്പാഠമാക്കിയ സന്തോഷം കൊണ്ട്. എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ഖുർആൻ മനപ്പാഠമാക്കാൻ പ്രയാസമായിരുന്നു, പക്ഷെ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാൻ ഞങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. ഇനി നിങ്ങൾ കേൾക്കണം. രോഗികളായ ആളുകൾ, ക്യാൻസർ രോഗികളായ ആളുകൾ, കിഡ്നിയുടെയും ഹാർട്ടിന്റെയും പ്രശ്നമുള്ള ആളുകൾ, ഷുഗറിന്റെയും പ്രഷറിന്റെയും പ്രശ്നമുള്ള രോഗബാധിതരായ ആളുകൾ ഹോസ്പിറ്റലിലേക്ക്, ഏറ്റവും മുന്തിയ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് ഡോക്ടറെ കണ്ട് ഡോക്ടർ ഒരു മരുന്ന് നൽകി. മരുന്നിന്റെ ലിസ്റ്റ് നൽകി. ആ മരുന്നും ആ ലിസ്റ്റും വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ ആ രോഗിയുടെ അസുഖത്തിന് ശിഫ ലഭിക്കും. നമ്മൾ പറയണം, ആ കസേര ബാക്കിൽ വെക്കരുതേ, ഒന്ന് മുമ്പിൽ വെക്കി. കുറെ ലോങ് ആയി പോയിട്ടുണ്ട് സദസ്. ആലോചിക്കണം. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോവാൻ, എന്തിന്? ക്യാൻസർ ആണ്, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഇങ്ങനെ ഏതെങ്കിലും ഒരു പനി ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു അസുഖം കാരണം ഹോസ്പിറ്റലിലേക്ക് പോവാൻ ഡോക്ടർ മരുന്ന് കുറിച്ചു തന്നു. ആ മരുന്നും അതിന്റെ ലിസ്റ്റും വീട്ടിൽ കൊണ്ടുപോയി നമ്മുടെ ടീപ്പോയിൽ വെച്ചാൽ ആ വ്യക്തിയുടെ അസുഖം മാറോ? നിങ്ങൾ പറയും മാറോ? ഇനി വേണ്ട. ആ ലിസ്റ്റ് അദ്ദേഹം ഇങ്ങനെ വായിക്കാൻ, ഡോക്ടർ തന്ന ലിസ്റ്റ് അദ്ദേഹം ഇങ്ങനെ വായിക്കാൻ. ഇതിൽ പാരസിറ്റമോൾ ഉണ്ട്, പെനഡോൾ ഉണ്ട്, അങ്ങനെ മറ്റു ചില കഫ് സിറപ്പ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ വായിച്ചാൽ അദ്ദേഹത്തിന്റെ രോഗം മാറോ? ഇല്ല, കുടിക്കണം. അതാണ് ഖുർആൻ ഓതിയത് കൊണ്ട് അതിന്റെ പ്രത്യേകമായ മഹത്വം ഒരാൾക്ക് ലഭിക്കില്ല. ഓതിയത് കൊണ്ട് ലഭിക്കില്ല. എങ്ങനെ ഓതണം അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മരുന്ന് ടേബിളിൽ വെച്ചാൽ ശിഫ ലഭിക്കാത്തതുപോലെ മുസ്ഹഫ്, നമ്മുടെ വീടിന്റെ ഷോക്കേസുകളിൽ മനോഹരമായ മുസ്ഹഫുകൾ ഉംറക്ക് പോയി ഹജ്ജിന് പോയി കൊണ്ടുവന്ന് വെച്ചാൽ അതുകൊണ്ടൊരു നേട്ടമില്ല. ഹാഫിലിങ്ങൾ പഠിച്ച് മനസ്സിലിരുത്തി 30 ജുസും മനപ്പാഠമാക്കി മനസ്സിലിരുത്തി വെച്ചാൽ ഏതുപോലെയായി? ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറുടെ മരുന്ന് വാങ്ങി വീട്ടിന്റെ ടീപ്പോയിൽ വെച്ചതുപോലെ. ഇനി വായിക്കുന്നുണ്ട്, ഓതുന്നുണ്ട്, പക്ഷെ അതിന്റെ അർത്ഥം എന്തെന്നറിയില്ല, അത് എങ്ങനെ ഓതണമെന്നറിയില്ല, തജ്വീദിന്റെ നിയമം അറിയില്ല. അവൻ എങ്ങനെയാണ് ആ ലിസ്റ്റ് ഇങ്ങനെ വായിക്കാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് പാരസിറ്റമോൾ, പെനഡോൾ ഇങ്ങനെ വായിക്കുന്നത് പോലെയാണ്. രോഗം മാറൂല. പക്ഷെ രോഗം എങ്ങനെയാ മാറുന്നത്? എങ്ങനെയാ രോഗം മാറാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا. അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ ഏകാന്തനായിരിക്കുമ്പോഴാണ് അല്ലാഹു തആല മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞേക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ, അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഓതണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മാ അന ബിഖാരിൻ, എനിക്ക് ഓതാൻ അറിയില്ല. അണച്ചു ചേർത്ത് വേദന സഹിച്ച് പേടിച്ച് വിറച്ചുകൊണ്ട് തന്റെ വീട്ടിലെ
വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ഖദീജയോട് പറയാണ്, എന്റെ പ്രിയപ്പെട്ട പത്നിയോട് പറയാണ്, ഖദീജ എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടണേ, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടണേ എന്ന് ഖദീജ ബീവിയോട് പറഞ്ഞപ്പോ ഖദീജ ബീവി മുതപ്പിട്ട് മൂടിക്കൊടുത്തു. അപ്പോഴാണ് അല്ലാഹു തആല ഒരു ആകുന്നത്, അയ്യുഹൽ മുസ്തമ്മിൽ, ഓ മൂടി പുതച്ചുറങ്ങുന്ന മനുഷ്യ, ഓ മൂടി പുതച്ചുറങ്ങുന്ന നബിയേ, ഉമില്ലൈല ഇല്ലാ ഖലീല, ഉറങ്ങാനല്ല സമയം, രാത്രി ഒന്നെണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കണം. നബി തങ്ങൾക്ക് തഹജ്ജുദ് നിർബന്ധമായിരുന്നു. നബി തങ്ങൾ 9 കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ ഇങ്ങനെ ആഘോഷിക്കാറുണ്ട്. അത് ദീനിന്റെ ഭാഗമാണ്. ഏതുപോലെ തഹജ്ജുദ് നബി തങ്ങൾക്ക് നിർബന്ധമായിരുന്നു, നമ്മൾക്ക് നിർബന്ധമില്ല. നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കാതെ ഉറങ്ങിയാൽ കുറ്റം കിട്ടൂല, നിസ്കരിച്ചാൽ കൂലി കിട്ടുന്നുള്ളൂ. നിസ്കരിക്കാതെ ഉറങ്ങിയാൽ കുറ്റം കിട്ടൂല. നബി തങ്ങൾക്ക് അങ്ങനെയല്ല, തഹജ്ജുദ് നിർബന്ധമായിരുന്നു. ഖുമില്ലൈല ഇല്ലാ ഖലീല, രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കണം നബിയെ. നിസ്ഫഹു അവ്യഖുസ് മിൻഹു ഖലീല, രാത്രി നമ്മളൊക്കെ എണീറ്റ് ബാങ്കിന്റെ ഒരു 15 മിനിറ്റ് മുമ്പ് എണീക്കുന്നത് പോലെയല്ല അല്ലാഹുവിന്റെ ഹബീബിനോട് നിസ്കരിക്കാൻ പറഞ്ഞത്, നബിയോട് പറഞ്ഞത് നിസ്ഫഹു, രാത്രി നേരെ പകുതിയാക്കി പകുതി ഭാഗം തഹജ്ജുദിന് വേണ്ടി ചെലവഴിക്കണമെന്ന് അല്ലാഹു പറഞ്ഞു. അല്ലെങ്കിൽ അല്പം കുറച്ചോ കുഴപ്പമില്ല, ഒരു 6 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂറൊക്കെ കുഴക്കുന്നതിന് കുഴപ്പമില്ല, ഒരു 5 മണിക്കൂറൊക്കെ തഹജ്ജുദ് നിസ്കരിക്കാം. ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല, നബിയെ അല്ലെങ്കിൽ രാത്രിയുടെ പകുതിയെക്കാളും കൂടുതൽ നിസ്കരിക്കണേ നബിയെ, കുറച്ചല്ല, രാത്രിയുടെ പകുതിയെക്കാളും കൂടുതൽ തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് അല്ലാഹു കൽപ്പന നൽകിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, വറത്തിലിൽ ഖുർആന തർതീല, ഖുർആൻ ഓതുമ്പോൾ വളരെ മനോഹരമായിട്ടാണ് ഓതേണ്ടത്. ഖുർആൻ എങ്ങനെ ഓതേണ്ടത്? യാസീനുൽ ഖുർആനിൽ ഹകീമിൻ മിനൽ മുർസലീൻ എന്ന പോക്കാണ്. നല്ല സിയാറത്തിനൊക്കെ പോയ പഠിച്ചോ ഇതെപ്പോ തീരാ, ഇതൊന്നും എങ്ങനെ തുർജഊൻ ലകത്ത ബും പോക്ക് അല്ലേ, 140 വട്ടം 140 സ്പീഡിലൊക്കെ പോവാ. കേൾക്കണം ഹദീസ്, കേൾക്കണം നമ്മൾ. റുബ്ബതാലിൽ ഖുർആനി വൽ ഖുർആനു യൽഅനു, എത്രയെത്ര ഖുർആൻ ഓതുകാരാണ്, എത്ര ആളുകളാണ് ഖുർആൻ ഓതുന്നത്, പക്ഷേ ഇലൈഹി തുർജഊൻ എന്ന് ഓതി നിർത്തി മുസ്ഹഫ് പൂട്ടി വെക്കുമ്പോഴേക്കും ഖുർആൻ അയാളെ ശപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അസറുകളിൽ കാണാൻ പറ്റും. ഖുർആൻ ഓതിയത് എന്തിന്? കൂലി കിട്ടാൻ. ഖുർആൻ ഓതിയിട്ട് മുസ്ഹഫ് പൂട്ടി വെക്കുമ്പോ ഖുർആൻ അയാളെ ശപിക്കാൻ, അല്ലാഹു നിന്നെ ശപിക്കട്ടെ, ലഅനകല്ലാഹ്, അല്ലാഹു നിന്നെ ശപിക്കട്ടെ. ഖുർആൻ പറയാണ് ഖുർആൻ, എത്രയെത്ര ഖുർആൻ ഓതുകാരാണ്. എങ്ങനെയാണ് ഖുർആൻ ഓതേണ്ടതെന്ന് പഠിക്കാനാണ് ഈ ഒരു വിഷയം നിങ്ങളിലേക്ക് ഞാൻ ഇട്ടു തരുന്നത്. ഖുർആൻ ക്ലാസുകളുടെ പ്രസക്തി എന്ത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ് പ്രൗഢമായി മാസത്തിലൊരു തവണ തുടരണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ താല്പര്യം പോലെ ചിലപ്പോൾ ഒരു മാസത്തിലൊരു തവണ, അല്ലെങ്കിൽ വർഷത്തിൽ ഇതേപോലെ അടുത്ത വർഷം ഒരു വാർഷികമായി തുടരാൻ എല്ലാവർക്കും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ, സജീവമായി പങ്കെടുക്കുമെങ്കിൽ വളരെ വിശാലമായ ഒരു ഓഡിറ്റോറിയത്തിൽ നല്ല ഓൺലൈൻ സജ്ജീകരണങ്ങളൊക്കെ നൽകി എല്ലാ മാസത്തിലും ഒരു സൂറത്ത് ബേസാക്കി തുടങ്ങണം എന്നുള്ള ആഗ്രഹം ഇമാമയ്ക്കുണ്ട്. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ. പക്ഷേ നല്ല ആവേശത്തോടെ ഏറ്റെടുത്തിട്ട് 2 മാസം 3 മാസമൊക്കെ കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ ആളിങ്ങനെ കുറഞ്ഞു പോകാൻ പാടില്ല, അത് നടക്കാൻ പാടില്ല. നിങ്ങളുടെ താല്പര്യം ഉണ്ടെങ്കിൽ അറിയിക്കും ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ഖുർആൻ ക്ലാസുകളുടെ പ്രസക്തി എന്ത് അത് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ, എത്ര ഖുർആൻ ഓതുകാരാണ്, എത്ര ആളുകളാണ് ഖുർആൻ ഓതുന്നത്. വൽ ഖുർആനു യൽഅനു, പക്ഷേ അയാളെ ഖുർആൻ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്, ഖുർആൻ അയാളെ ശാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മഹാന്മാരായ ആളുകൾ, പണ്ഡിതന്മാർ അസറുകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ചില അസറുകളിൽ കാണാം ഇത് ഏത് ഓത്തുകാരാ? നമ്മളെ പോലെയുള്ള ഓത്തുകാർ. ഇങ്ങനെ യാസീൻ ഓതാൻ, യാസീനുൽ ഖുർആനിൽ ഹകീം ഇന്നക മിനൽ മുർസലീൻ അലാ സിറാത്തിൽ മുസ്തഖീം, ഖുർആൻ ഓതി തുർജഊൻ എത്തിയപ്പോൾ ഖുർആൻ നീ നശിച്ചു പോട്ടെ, അല്ലാഹു കാക്കട്ടെ. ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ട ഓത്താണ് പല ആളുകളും. ഖുർആൻ ഓതി മുസ്ഹഫ് പൂട്ടിയിട്ട് അസ്തഗ്ഫിറുല്ലാഹ് നീ പുറത്തു തരണേ എന്ന രീതിയിൽ പ്രാർത്ഥിക്കേണ്ട ഓത്തുകളാണ് നമ്മുടെ പല ആളുകളുടെയും ഓത്ത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. യാസീൻ ഓതാൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ ഇങ്ങനെ ഓതേണ്ടതിന് പകരം ഒരാൾ ഓതാണ് യാസീൻ, ഓത്ത് തെറ്റാണ്.
ഓത്ത് തെറ്റാണ്. അവിടെ യാ എന്ന് 5 6 ഹറക്കത്തിന്റെ നീട്ടാൻ പാടില്ല. 2 ഹറക്കത്ത്. യാസീൻ യാസീൻ അത് പറ്റൂല. സ്റ്റൈലാക്കിട്ട് ഓതൽ അവിടെ നടക്കൂല. തജ്വീദ് പഠിക്കണം. ഖുർആൻ ഫാത്തിഹ ഓതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു എന്ന് ചൊല്ലേണ്ട സ്ഥലത്ത് അൽഹംദു എന്ന് പറഞ്ഞാൽ നിസ്കാരം സ്വഹീഹല്ല, ഫാത്തിഹ ശരിയല്ല. അർറഹ്മാനിർ റഹീം. റഹീം റ എന്ന് പറയേണ്ടിട്ട് റോ എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. അർറഹ്മാനിർ റഹീം. ചില ആളുകൾ അങ്ങനെ ഓതാ, നമ്മളൊക്കെ അങ്ങനെ ഓതാ. അർറഹ്മാനിർ റഹീം അതിപ്പോ റോ എന്നാണ് വരിക. റഹ്മാൻ റഹീം എന്ന് അതല്ല, തെറ്റാണ്. അർറഹ്മാനിർ റഹീം അർറഹ്മാനിർ റഹീം. ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ വസ്വാസ് ഉണ്ടാക്കാനല്ല ഞാൻ പറയുന്നത്. പഠിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്, പറയൽ എന്റെ കടമയാണ്. ഇത് പറയാതെ പോകാൻ പറ്റൂലല്ലോ, ഇത് പഠിക്കാതെ രക്ഷപ്പെടാനും പറ്റൂല. എന്തേ പഠിക്കാത്തത്? ഞാൻ ചോദിക്കട്ടെ, എന്തേ തജ്വീദിന്റെ നിയമം പഠിക്കാത്തത്? സിനിമ കാണാനും സീരിയൽ കാണാനും പാട്ട് കാണാനും കളികൾ കാണാനും സംഘടിപ്പിക്കാനും സമയം ലഭിച്ച നമ്മൾക്ക് എന്തേ പരിശുദ്ധ ഖുർആനിന്റെ തജ്വീദ് പഠിക്കാൻ സമയം ലഭിക്കാത്തത്? അല്ലാഹുവിന്റെ കോടതിയിൽ ഇതിന് സമാധാനം പറയാൻ പറ്റുമോ ഇല്ലേ എന്ന് സ്വന്തമായിട്ടൊന്ന് ആലോചിക്കണം. പറയാൻ പറ്റോ? സമയം കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റോ? പറ്റോ? വയസ്സന്മാരെ, നിങ്ങളുടെ സമയമൊന്നും കഴിഞ്ഞിട്ടില്ല. ഒന്ന് മദീനയിൽ പോവാ. ഉംറക്ക് പോയാൽ മദീനയിൽ ചെന്നാൽ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് മദീന പള്ളിയിൽ മസ്ജിദുൻ നബവിയുടെ സഫുകളിലൂടെ ഒന്നിങ്ങനെ നടന്നു നോക്കുക. വലിയ 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 താടി നരച്ച മുടി, നരച്ച മുഖം, ചുഞ്ഞ കൈകളിൽ ഒന്നുവടിയുമായി നടക്കുന്ന ആളുകൾ അവിടെ നിന്ന് ഖുർആൻ പഠിക്കുന്ന രംഗങ്ങൾ കാണാൻ പറ്റും മസ്ജിദുൻ നബവിയിൽ. നമ്മുടെ നാട്ടിൽ 20 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പഠിച്ചു കഴിഞ്ഞ് പിന്നെ പഠനമില്ല, പിന്നെ പ്രവാസ ലോകം, പിന്നെ ഗൾഫാണ്, പിന്നെ അങ്ങനെ പൈസ ഉണ്ടാക്കാന്നുള്ള ചിന്തയാണ്. അള്ളാന്റെ മുമ്പിൽ ഇത് എക്സ്ക്യൂസ് പറയാൻ പറ്റൂല. മുഅ്മിനീങ്ങളെ, പഠിക്കാനുള്ള സൗകര്യം നമ്മുടെ മുന്നിലുണ്ട്, പഠിക്കാനുള്ള അവസരം നമ്മുടെ മുന്നിലുണ്ട്. നഷ്ടപ്പെടുത്തിയത് നമ്മുടെ നഷ്ടമാണ്. അള്ളാഹു ചോദ്യം ചെയ്യും. തജ്വീദിന്റെ നിയമപ്രകാരമാണ് ഖുർആൻ വേണ്ടത്. അത് പഠിക്കാനാണ് നമ്മുടെ തഫ്സീർ ക്ലാസുകൾ, ഖുർആൻ ക്ലാസുകൾ അതിനു വേണ്ടിയാണ്. ഇനി പോട്ടെ, ഇനി ഖുർആനിന്റെ ക്ലാസുകളിലേക്ക് വന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഒന്ന് യൂട്യൂബിൽ ചെന്നാൽ ഇഷ്ടം പോലെ ഖുർആൻ പഠിപ്പിക്കുന്ന ക്ലാസുകളില്ലേ, തജ്വീദ് പഠിപ്പിക്കുന്ന ക്ലാസുകളില്ലേ? ഖുർആനിന്റെ ഏത് സൂറത്താണോ നിങ്ങൾക്ക് പഠിക്കേണ്ടത് ആ സൂറത്ത് പഠിക്കാനുള്ള സംവിധാനങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിലുണ്ടാകുമ്പോ നാളെ മഹ്ശറ വൻസഭയിൽ അല്ലാഹു ചോദിക്കുമ്പോ എന്ത് മറുപടിയാണ് നമ്മളൊക്കെ പറയുക? സഹോദര സഹോദരിമാരെ, എന്ത് മറുപടിയാ പറയാ? ചെറുപ്പക്കാരാ, അതുകൊണ്ട് പഠിക്കാൻ കഴിഞ്ഞില്ല, ഞങ്ങൾ കോളേജിൽ പോയില്ലല്ലോ, ഞങ്ങൾ ദർസിലേക്ക് ചേർന്നില്ലല്ലോ, ഞങ്ങൾ മദ്രസയിലേക്ക് പോയില്ലല്ലോ, അത് പറയരുത്. അത് പറയാനുള്ള അവകാശം നമ്മൾക്കില്ല. പഠിക്കാനാണ് ഈ സദസ്സുകൾ ഒരുമിച്ച് കൂടുന്നത്. ഇതുപോലെ ഖുർആൻ ക്ലാസുകൾ ഒരുമിച്ച് കൂടുന്നത് പഠിക്കാനാണ്. എത്ര 4-5 പെണ്ണുങ്ങളല്ലാതെ എവിടെ ചെറുപ്പക്കാരന്റെ നമ്മുടെ വാലിന്റെ സദസ്സിലേക്ക് വളരെ താല്പര്യത്തോടെ കടന്നു വരാത്തത്? ഈ ലോകം അസ്തമിക്കാനുള്ളതാണ്, ഈ ലോകം നശിക്കാനുള്ളതാണ്. അല്ലാഹു തആല നാളെ മഹ്ശറ വൻസഭയിൽ ചോദിക്കുമ്പോ സമാധാനം പറയാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ, നിങ്ങളിലേക്ക് ഞാൻ മുട്ടുതരാണ്. അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. അപ്പൊ ഖുർആൻ ഓതേണ്ടത് വറത്തിലിൽ ഖുർആന തർതീല. ഖുർആൻ വളരെ മനോഹരമായി തജ്വീദിന്റെ നിയമപ്രകാരമാണ് ഓതേണ്ടതെന്ന് വളരെ വ്യക്തമായി ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്, വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഒരുപക്ഷേ നല്ല മാധുര്യത്തോടെ നല്ല ശബ്ദത്തോടെ ഓതാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും അതിന്റെ തജ്വീദിന്റെ നിയമപ്രകാരം ഓതാൻ എല്ലാവർക്കും കഴിയൂലേ? അതിൽ ചില മദ്ദുകളുണ്ട്, ചില സ്ഥലത്ത് നിർത്തേണ്ടതുണ്ട്, ചില സ്ഥലത്ത് നീട്ടേണ്ടതുണ്ട്, ചില സ്ഥലത്ത് മണിക്കേണ്ടതുണ്ട്, ചില സ്ഥലത്ത് മണിക്കാതെ ഓതേണ്ടതുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയൂല. പരിശുദ്ധമായ സൂറത്ത് യാസീൻ ഓതുമ്പോൾ നിർബന്ധമായി നിർത്തേണ്ട ഒരു സ്ഥലമുണ്ട്. നിങ്ങൾ നിർത്താറുണ്ടോ? നിർബന്ധമായിട്ട് നിർത്തണം. നിങ്ങൾ ആരെങ്കിലും നിർത്താറുണ്ടോ? നിർബന്ധമാണ്. വഖഫ് ലാസിം, നിർബന്ധമായിട്ടും വഖഫ് ചെയ്യേണ്ട സ്ഥലം. നമ്മൾക്ക് അറിഞ്ഞിട്ടേ ഇല്ലല്ലോ ഉസ്താദേ, എന്തേ പഠിക്കാത്ത? ചോദ്യതാണ്, എന്തേ പഠിക്കാത്ത? എവിടെയാണത്? وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون.
لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم. അവിടെ നിർത്തണം, അവിടെ വഖഫ് നിർബന്ധമാണ്, നിർത്താതെ ഓതാൻ പാടില്ല. എത്ര ആളുകൾ ഇത് ഓതുന്നുണ്ട്, സിയാറത്ത് കഴിഞ്ഞിട്ട് വന്നവരല്ലേ, യാസീൻ ഓതി വന്നവരല്ലേ, എത്ര ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അടുത്തേക്ക് ബക്കറ്റ് വരും, പെണ്ണുങ്ങളുടെ അടുത്തേക്ക് ആണുങ്ങളുടെ അടുത്തേക്ക് ബക്കറ്റ് വരും. ഇതിന്റെ ലക്ഷ്യം നമ്മുടെ ഈ ഒരു ചെലവിലുള്ള ക്യാഷ് അതിൽ കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട. ഈ ബോക്സ്, ഈ സ്റ്റേജ്, ഇതിനു വേണ്ടി നടത്തിയ പ്രചരണങ്ങൾ ഇൻഷാ അല്ലാഹ് സൈഡിലുള്ള ആളുകളുടെ അടുത്തേക്കൊക്കെ പോവണേ. ഒരു മിനിമം ഒരു 100 ഇട്ട് കൊടുത്തൂടെ, ഒരു മിനിമം ഒരു 100 ഇട്ട് കൊടുക്കാൻ അല്ലേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നമ്മൾ ഏറ്റവും ഇഷ്ടമുള്ളത് കൊടുക്കുമ്പോഴാണ് അല്ലാഹു പൂർണ്ണമായ പ്രതിഫലം തരിക. പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുക്കുക, പെണ്ണുങ്ങളെ ഹാൻഡ് ബാഗ് എടുക്കുക, അതിൽ നോട്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട നോട്ട് എടുത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൊടുത്താൽ മതി. നിങ്ങൾക്ക് 10 ആണ് ഇഷ്ടമെങ്കിൽ 10 ഇട്ടോളൂ, കുഴപ്പമില്ല. 5 ആണ് ഇഷ്ടം 5 ഇട്ടോളൂ, ഒരു കുഴപ്പമില്ല. ഒരാൾക്ക് ഇഷ്ടം 2000 ആണ്, അത് ഇട്ടോളൂ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒറ്റൊരു ലക്ഷ്യമുള്ളൂ, നമ്മുടെ ഈ ഒരു ചെലവിന് ആവശ്യമായ തുകകൾ ഈ ഒരു ബക്കറ്റിലൂടെ ഇൻഷാ അല്ലാഹ് പരിഹരിക്കപ്പെടണം. പിന്നെ ഒരു വിഷയമുണ്ട്, നമ്മുടെ പള്ളികളിൽ ജുമാ കഴിഞ്ഞാട്ട് ഒരു ബോക്സ് വരും. മാലിക്കുന്ന പള്ളിയിൽ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു, അവിടെ ഇല്ല. നമ്മുടെ പള്ളികളിലൊക്കെ ഒരു ബോക്സ് വരും. അത് ജുമാ കഴിഞ്ഞ് സലാം വീട്ടിയാൽ ഒരു ബോക്സ് ഇങ്ങനെ പോകും. അപ്പൊ ഒരു സൗണ്ട് കേൾക്കും, ടിക് 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 ടിക്. എന്താ ഈ ശബ്ദം എന്നറിയോ? പള്ളിയിലേക്ക് 2 രൂപയുടെ കോയിൻ വന്നിട്ട് ബോക്സ് ഇട്ട് കൊടുക്കാൻ. ആർക്കായി 2 രൂപ വേണ്ടത്? ആർക്കായി 2 രൂപ വേണ്ടത്? 1 രൂപയുടെ 2 രൂപയുടെ കോയിനായിട്ട് ആ ബോക്സിൽ ഇട്ട് കൊടുക്കുക. ആ ബോക്സ് തള്ളിയതിന് മുതലാവത്. അപ്പൊ അവിടെ ഒരു മിനിമം ഒരു 10 രൂപയെങ്കിലും ഇടണം. അത് നമ്മുടെ വയസ്സന്മാരെ പഴയ ആചാരത്തോടെ തുടരാണ്. പണ്ട് 2 രൂപ ഇട്ടിരുന്നു, അത് തന്നെ ഇന്നിടാൻ. ഒരു 10 രൂപയെങ്കിലും ഇടാൻ പറ്റാത്ത ആളുകളുണ്ടോ? അത് 10 അവിടെ മിനിമം. ഇങ്ങനെയുള്ള ബക്കറ്റുകൾ നമ്മുടെ സദസ്സിലേക്ക് വരുമ്പോ ഒരു മിനിമം 100 ഇടണം. ഉസ്താദ് എനിക്കതിന് കഴിയില്ലോ, ഞാനൊരു പാവപ്പെട്ട ആളാണല്ലോ, കുഴപ്പമില്ല, നിങ്ങൾക്ക് ഏതാണ് കഴിയുന്നത് ഇട്ട് കൊടുത്തോളൂ. സബഖ ദിർഹമുൻ അൽഫ ദിർഹം. ഒരു പക്ഷേ നിങ്ങളിട്ട 10 രൂപയായിരിക്കും ഇവിടെ ഇടുന്ന 1000 രൂപയെക്കാളും വലുത്. കാരണം 1000 ഇട്ടവൻ ലക്ഷമുള്ളവനായിരിക്കും, 10 ഇട്ടവൻ 20 രൂപ കയ്യിലുള്ള ആളായിരിക്കും. അപ്പൊ നിങ്ങളുടെ 10-നാണ് അവന്റെ 1000-നെക്കാളും പ്രാധാന്യം. അതുകൊണ്ട് നല്ലൊരു തുക മാന്യമായ രീതിയിൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 100 മിനിമമാണ്. 1000 2000 ഏതിട്ടാലും കുഴപ്പമില്ല. പെണ്ണുങ്ങളും അതുപോലെ സഹകരിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് പരിശുദ്ധമായ സൂറത്തു യാസീൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ മഹാനായ നമ്മുടെ സയ്യിദ് നേതൃത്വത്തിൽ ഒരു കൂട്ടുപ്രാർത്ഥന ഈ പരിപാടി കഴിഞ്ഞ ഉടനെ എവിടെയുണ്ട്. അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ പാടുള്ളൂ. നേരത്തെ തുടങ്ങിയത് എന്തിനാ? നേരത്തെ നിർത്താനാണ്. കാസർഗോഡ് ജില്ലയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 10 മണിയാവാതെ ഒരു സ്ഥലത്തും വാദം തുടങ്ങാറില്ല. പക്ഷെ ഇന്ന് ശക്തമായ ഡിമാൻഡ് വെച്ചത് 10 മണിക്ക് പരിപാടി അവസാനിപ്പിക്കണമെന്നാണ്. ഇൻഷാ അല്ലാഹ് ഒരു 10-10:30 ആകുമ്പോഴെങ്കിലും ഈ പരിപാടി അവസാനിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഫലാ യഹ്സൂക ഖൗലുഹും. അവിടെ നിർത്തണം സഹോദര, നിർബന്ധമാണത്. ഫലാ യഹ്സൂക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. അത് നിർത്താതെ ഓതൽ തെറ്റാണ്. ഏതുപോലെ? ഫലാ യഹ്സൂക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. അങ്ങനെ നിർത്താതെ ഓതൽ തെറ്റാണ്. വലിയ അർത്ഥവ്യത്യാസം വരുന്നുണ്ട് അവിടെ, വലിയ അർത്ഥവ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ വഖഫ് ചെയ്യൽ നിർബന്ധമായിരിക്കും, ചില സ്ഥലങ്ങളിൽ നീട്ടൽ നിർബന്ധമാണ്, ചില സമയത്ത് നീട്ടാതെ ഓതൽ നിർബന്ധമാണ്. ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തജ്വീദിന്റെ നിയമം വറത്തിലിൽ ഖുർആന തർതീല. വളരെ ഭംഗിയായി മനോഹരമായി ചെറുപ്പക്കാരാ ഖുർആൻ ഓതണം. ഖുർആൻ ഓതിയാലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കിയോ എന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ചിട്ട് ഈ കാസർഗോഡിന്റെ സാഹചര്യങ്ങൾ പ്രത്യേകമായി സ്പർദ്ധയുണ്ടാക്കി മതങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി ലഹളകൾക്ക് തിരികൊളുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം, ഏത് സമയത്തും കൊലപാതകങ്ങൾ നടക്കാനുള്ള സാഹചര്യം, ഒന്ന് ധൈര്യമായി പുറത്തിറങ്ങാൻ പോലും നടക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നമ്മുടെ ശരീരം അല്ലാഹു സംരക്ഷിക്കാൻ മറ്റുള്ള ആളുകളുടെ കൊലപാതകം നടത്തുന്ന ക്രിമിനലുകളായ ആളുകളുടെ ഫാസിസ്റ്റ് ദുർഭൂതങ്ങളുടെ ആ കരാളഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അല്ലാഹു പരിഹാരം പറഞ്ഞതെന്താ? വഇദാ ഖറഅതൽ ഖുർആന ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറാ. നിങ്ങൾ ഖുർആൻ ഓതണേ. വഇദാ ഖറഅതൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതണേ, നന്നായി ഖുർആൻ ഓതണം. ഏത് ഓത്താണത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. അതല്ല മുഅ്മിൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം
മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നമ്മൾ ഓതലെങ്ങനെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം പോകാം. സ്പീഡ് ഓതുമ്പോൾ തെറ്റുപറ്റിയ പ്രശ്നമാണ്. സ്പീഡ് ഓതിയത് കൊണ്ടൊന്നും കുറ്റം മുട്ടൂല. സ്പീഡ് തജ്വീദിന്റെ നിയമപ്രകാരം ഓതി അതിനും കൂലിയുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഓതേണ്ടത് എങ്ങനെ ഓതിയാലാണ് ഇതൊക്കെ നമ്മൾക്ക് ലഭിക്കുക? ഇതിന്റെ ഓഫർ എന്താ? നിങ്ങൾ ഖുർആൻ ഓതിയാൽ നിങ്ങളെ തൊടാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നാണ് ഖുർആനിന്റെ താക്കീതാണ്, ഖുർആനിന്റെ മുന്നറിയിപ്പ്, സന്തോഷ വാർത്തയാണ്. وَإِذَا قَرَأْتَ الْقُرْآنَ جَعَلْنَا بَيْنَكَ وَبَيْنَ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ حِجَابًا مَسْتُورًا. നിങ്ങൾ ഖുർആൻ ഓതിയാൽ, പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്താൽ, നിങ്ങളുടെയും അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്ത ആളുകളുടെയും ഇടയിൽ ഞാനൊരു മറയിട്ട് തരാം, ഒരു ഹിഡൻ സ്ക്രീൻ. ഹിജാബൻ മസ്തൂറ എന്ന് പറഞ്ഞാൽ ഹിഡൻ സ്ക്രീൻ, നിങ്ങൾക്ക് കാണൂല. അങ്ങനെ ഒരു നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി ഒരാൾ വരാൻ, പക്ഷേ ആക്രമിക്കുന്ന നിന്നെ കാണാൻ പറ്റാത്ത രീതിയിൽ ഒരു മറ അല്ലാഹു നൽകും. അല്ലാഹു നൽകട്ടെ, അല്ലാഹു നൽകട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്തിരിക്കുമ്പോഴല്ലേ അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ കടന്നു വരുന്നത് ശക്തമായ മൂർച്ചയുള്ള പാറക്കല്ലുമായി അല്ലാഹുവിന്റെ ഹബീബിനെ വധിക്കാൻ വേണ്ടി കടന്നു വരുന്നത്. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയെ കാര്യം പ്രശ്നമാണ്, പെണ്ണ് അല്പം ചൂട്ടിലാണ്, ദേഷ്യത്തിലാണ്, അതുകൊണ്ട് കാര്യം കഷ്ടമാണ്, നബിയെ രക്ഷപ്പെടല്ലേ, നബിയെ പ്രശ്നമാവല്ലോ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞ മറുപടി ഉണ്ട്, സിദ്ദീഖ് ആ പെണ്ണെന്നെ കാണൂല, ആ പെണ്ണെന്നെ കാണൂല. ഉമ്മു ജമീൽ എന്ന് പറയുന്ന അബൂലഹബിന്റെ ഭാര്യ തന്റെ കയ്യിൽ മൂർച്ചയുള്ള പാറക്കലുമായി നബി തങ്ങളെ വധിക്കാൻ വേണ്ടി കടന്നു വന്നതാണ്. സിദ്ദീഖ് തങ്ങൾ ഇരിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുകയാണ്, ഐന സാഹിബുക്, എവിടെ നിന്റെ ചങ്ങാതി, എവിടെ നിന്റെ കൂട്ടുകാരൻ, എവിടെ നിന്റെ മുഹമ്മദ്? സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, എന്തേ? എന്റെ ചങ്ങാതി എന്നെ ആക്ഷേപിച്ചുവല്ലോ, എന്റെ ഭർത്താവിനെ ആക്ഷേപിച്ചുവല്ലോ. എന്റെ ചങ്ങാതിയോ? എന്റെ ചങ്ങാതി അങ്ങനെ ആളുകൾ ആക്ഷേപിക്കില്ലല്ലോ. അല്ലല്ലോ, ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ. അതെന്റെ ചങ്ങാതി ആക്ഷേപിച്ചതല്ല, അത് അല്ലാഹു ആക്ഷേപിച്ചതാണ്. എന്റെ ചങ്ങാതി അങ്ങനെയൊന്നും ആക്ഷേപിക്കൂല, അല്ലാഹു ആക്ഷേപിച്ചതാണ്. അബൂലഹബും അബൂലഹബിന്റെ ഭാര്യയും നശിച്ചിരിക്കുകയാണ്. ആളിക്കത്തുന്ന തീയിൽ, ആളിക്കത്തുന്ന നരകത്തിൽ രണ്ടുപേരും പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു തആല ഖുർആനിൽ ആയത്തിറക്കിയപ്പോഴാണ് ആ മക്ക എന്ന് പറയുന്ന പട്ടണത്തിൽ, മക്ക എന്ന് പറയുന്ന ഗ്രാമത്തിൽ അഭിമാന പ്രശ്നമുണ്ടായി. ഹബീബിനെ വധിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോഴാണ് ജഅൽനാ ബൈനക വബൈനല്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറതി ഹിജാബൻ മസ്തൂറാ. അല്ലാഹു ഒരു മറയിട്ട് കൊടുക്കുന്നത്. സിദ്ദീഖ് തങ്ങളെ കാണുന്നുണ്ട്, തൊട്ടടുത്തുള്ള നബി തങ്ങളെ കാണുന്നില്ല. സിദ്ദീഖ് തങ്ങളെ കാണുന്നുണ്ട്, കാരണം സിദ്ദീഖ് തങ്ങളെ വധിക്കാനല്ല വന്നത്. നബി തങ്ങളെ കാണുന്നില്ല. എന്തേ? ഹിജാബൻ മസ്തൂറാ, അല്ലാഹു ഒരു മറയിട്ട് കൊടുക്കാൻ. എന്തിനേറെ പറയണം, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിച്ചാൽ 100 ഒട്ടകം സമ്മാനം തരാമെന്ന് പറഞ്ഞില്ലേ? 100 ഒട്ടകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു 100 ഇന്നോവൊക്കെ പിടിക്കും നമ്മൾക്ക്, അല്ലേ? ഒരു മെഴ്സിഡസ്, 100 മെഴ്സിഡസ് ബെൻസ് തരാം. ഇന്നാലും നാളെ തലെടുക്കണം എന്ന് പറഞ്ഞാൽ എടുക്കൂല. എന്തിന്? 200 രൂപയ്ക്ക് തലെടുക്കുന്ന കാലാണിത്. കൊട്ടേഷൻ നൽകി 200 രൂപ കൊടുത്ത തലെടുത്ത് തരും. പ്രത്യേകിച്ചിട്ട് നമ്മുടെ നാടിനെ കുറിച്ചൊന്നും പറയണ്ടല്ലോ, അല്ലേ? കൊലപാതകങ്ങൾ വളരെ ലാഘവത്തോടെ കാണുന്ന ഒരു കാലമാണ്, നിസ്സാരവൽക്കരിക്കപ്പെടുന്ന കാലമാണ്. 200 രൂപയ്ക്ക് പോലും കൊലപാതകം നടത്തിയിട്ടുണ്ട്. അപ്പോ ഒരു 100 മെഴ്സിഡസ് ബെൻസ് തരാം. നാളെ തലയെടുക്കുമെന്ന് വെച്ചാൽ ഉറപ്പിലെടുക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നബി തങ്ങളെ തലയെടുക്കാൻ മക്കക്കാരായ മുശ്രിക്കീങ്ങൾ കാത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട് വളഞ്ഞിരിക്കുകയാണ്. രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്, കാരണം ആ വീട് വളഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ പറ്റൂലോ. പക്ഷേ നബി തങ്ങൾ പരിശുദ്ധമായ സൂറത്തു യാസീൻ പാരായണം ചെയ്യുന്നുണ്ട്. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ വജഅൽനാ മിൻ
ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദ എന്നോതി ഒരു പിടി മണ്ണ് വാരി അല്ലാഹുവിന്റെ ഹബീബിനെ വധിക്കാൻ ഒരു പിടിച്ച വാളുമായി നിൽക്കുന്ന കിഴരന്മാരുടെ മുഖത്തെ കറിഞ്ഞപ്പോൾ അവരൊന്ന് കണ്ണ് തിരുമ്മി തുറക്കുന്നതിന് മുമ്പേ അവരുടെ ഇടയിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് രക്ഷപ്പെട്ടു. ജഅൽനാ ബൈനക വബൈനല്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറതി ഹിജാബൻ മസ്തൂറാ. അല്ലാഹു മറയിട്ട് കൊടുത്തു. കണ്ടില്ല, അത് അസാധ്യമായ ഒരു സംഭവമല്ലേ? ഊരിപ്പിടിച്ചു നിൽക്കുന്ന വാളും പിടിച്ചു നിൽക്കുന്ന ആളുകൾക്കിടയിലൂടെ നബി തങ്ങൾ പോയി. അവർക്ക് കണ്ടില്ല. എന്തേ? ഖുർആൻ ഓതൂ, നിങ്ങളെ ഞാൻ സംരക്ഷിക്കാം. അള്ളാഹുവിന്റെ വാഗ്ദാനം. അപ്പൊ ഖുർആൻ ഓതേണ്ടതുപോലെ ഓതിയാൽ അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ, അള്ളാഹുവിന്റെ സംരക്ഷണം നമ്മൾക്കുണ്ടാകും. പക്ഷെ എങ്ങനെയാണ് ഇത് ഓതേണ്ടത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക ചരിത്രത്തിലെ മനോഹരമായ ഒരു ചരിത്രമുണ്ട്. മഹാനായ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു, അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു, രണ്ടുപേരും അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ യുദ്ധം കഴിഞ്ഞ് മദീനയിലേക്ക് മടങ്ങി പോവുകയാണ്. മദീനയിലേക്ക് പോകുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ഒരു സ്ഥലത്ത് ഇങ്ങനെ തമ്പടിക്കുന്നത്. ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു, തമ്പടിച്ചു. അപ്പൊ ചോദിച്ചു, അല്ല, നിങ്ങളിൽ ഇന്ന് വാച്ച്മാനായി നിൽക്കാൻ, ഇന്ന് നമ്മുടെ ഈ ടെന്റിനെ, ഈ ക്യാമ്പിനെ നിങ്ങൾക്കിടെ കാവൽക്കാരായി നിൽക്കാൻ ആരെങ്കിലും തയ്യാറാണോ? രണ്ടുപേര് ചാടി എണീറ്റു. നബിയേ, ഞങ്ങൾ തയ്യാറാണ്. ആരാണ്? ഒന്ന് അബ്ബാദ് ബിൻ ബിശ്ർ, രണ്ട് മഹാനായ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു. രണ്ടുപേരും നബി തങ്ങൾ പറഞ്ഞു, ഏതൊക്കെ സമയത്ത് ആരൊക്കെ നിൽക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. അപ്പൊ മഹാനായ അബ്ബാദ് തങ്ങൾ പറഞ്ഞു, രാത്രിയുടെ ആദ്യ പകുതി ഞാൻ നിൽക്കാം, രണ്ടാമത്തെ പകുതി നിങ്ങൾ നിൽക്കണം. യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരാൻ, ആ യുദ്ധത്തിൽ തോറ്റുപോയ സൈന്യം തിരിച്ചു വന്ന് മഹാന്മാരായ പ്രവാചകന്മാരെ ആക്രമിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് രണ്ട് കാവൽക്കാരെ വെച്ച് മഹാനായ നബി തങ്ങൾ ഉറങ്ങാൻ കൊടുക്കുന്നത്. അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമ്മാരെ, നീ ഉറങ്ങിക്കോളൂ, ഞാൻ എന്റെ സമയം കഴിഞ്ഞാൽ നിന്നെ വിളിക്കാം. രാത്രിയുടെ രണ്ടാമത്തെ പകുതിയിൽ എണീറ്റാൽ മതി. എല്ലാരും ഉറങ്ങി. കൂർക്കം വലിക്കാൻ, നിശയുടെ നിശബ്ദത, കൂരിരുട്ടിൽ, ശ്മശാന മുഖതയിൽ പച്ചിലകളും മരങ്ങളും കല്ലുകളും അള്ളാഹുവിന്റെ വേണ്ടി തസ്ബീഹ് ചെല്ലുന്നത് പോലെ മഹാനായ അബ്ബാദ് തങ്ങൾക്ക് തോന്നാണ്. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ഭൂമിയിലുള്ള സകലമാന വസ്തുക്കളും ആകാശങ്ങളിലുള്ളവരും അല്ലാഹുവിനെ തസ്ബീഹ് ചെല്ലുന്നുണ്ട്. എന്തിനേറെ, ഈ ചരൽ കല്ലുകൾ വരെ അല്ലാഹുവിനെ തസ്ബീഹ് ചെല്ലുന്നുണ്ട്. നമ്മുടെ വീട്ടിന്റെ മുറ്റങ്ങളിലുള്ള മരങ്ങളിലുള്ള ചില്ലകളിലുള്ള ഓരോ ഇലകളും അല്ലാഹുവിനെ തസ്ബീഹ് ചെല്ലുന്നുണ്ട്. നമ്മളത് കേൾക്കുന്നില്ല, നമ്മളത് അറിയുന്നില്ല. എന്തിനേറെ പറയണം, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. ഭൂമിയിലുള്ള എല്ലാ ആളുകളും ആകാശങ്ങളിലുള്ള എല്ലാ ആളുകളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നത് നബിയെ അങ്ങ് കാണുന്നില്ലേ? നബി തങ്ങളത് കണ്ടിട്ടുണ്ട്, നമ്മൾക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ആ കണ്ണ് ആ കാണാൻ പറ്റുന്ന കണ്ണായി മാറിയിട്ടില്ല. സൂര്യൻ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. വൽ ഖമറു, ചന്ദ്രനും സുജൂദ് ചെയ്യുന്നുണ്ട്. പർവ്വതങ്ങളും സുജൂദ് ചെയ്യുന്നുണ്ട്, മരങ്ങളും സുജൂദ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നത് നബിയെ അങ്ങ് കാണുന്നില്ലേ? നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സൂര്യൻ സുജൂദ് ചെയ്യുന്നുണ്ടെന്നാണ് ദിനേന. ചന്ദ്രൻ സുജൂദ് ചെയ്യുന്നുണ്ട്. മരങ്ങൾ, നമ്മുടെ വീട്ടിന്റെ മുറ്റങ്ങളിലുള്ള മരങ്ങളും കോഴികളും മൃഗങ്ങളും ആടുകളും പശുക്കളും അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നുണ്ട്. ഇത് പറയുന്നത് ഞാനല്ല, ഇത് അല്ലാഹുവിന്റെ വചനമാണ്. നമ്മളത് കണ്ടിട്ടില്ല, കാണാനുള്ള കണ്ണായിട്ടില്ല. ഇത് കാണാനോ? ഇത് കാണാൻ എളുപ്പ വഴിയുണ്ട്. ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും കാണാം. സൂര്യൻ സുജൂദ് ചെയ്യുന്നത് കാണാം, മരം സുജൂദ് ചെയ്യുന്നത് കാണാം, കല്ല് തസ്ബീഹ് ചെല്ലുന്നത് കാണാൻ. വളരെ സിമ്പിളാണ്. പക്ഷേ അതിലനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. എന്ത് വേണം? മസാല അബ്ദി ബിന്നവാഫിലി യഖ്റുബു ഹത്താ അകൂന ലഹു യദൻ ഔ അർജുല. സുന്നത്ത് നിങ്ങൾ അധികരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് ഞാനായി മാറും. സുന്നത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക. നിങ്ങളുടെ കണ്ണ് ഞാനായി മാറും. ഈ കണ്ണ് അല്ലാഹുവായി മാറിയാൽ ഇവിടെ കിടക്കുന്ന കല്ല് സുജൂദ് ചെയ്യുന്നത് കാണാൻ പറ്റൂല. ഇത് അല്ലാഹയാണ്. ഈ കണ്ണ് റബ്ബിന്റെ കണ്ണാണ്. അല്ലാഹു കാണുന്നതൊക്കെ കാണാൻ ഈ കണ്ണിന് സാധിക്കും. എന്ത് വേണം? നിങ്ങൾ സുന്നത്ത് അധികരിപ്പിക്കണം. സുന്നത്ത് അധിഷ്ഠിതമായ ജീവിതം നിങ്ങൾ മുന്നോട്ട് നയിക്കണം. എല്ലാം സുന്നത്ത് ജീവിതം തന്നെ സുന്നത്തിൽ അധിഷ്ഠിതമായാൽ പലതും നിങ്ങൾ കാണാൻ പറ്റും. ആകാശലോകങ്ങളിലുള്ള നിഗൂഢതകൾ അവിടെയുള്ള ഈ കണ്ണുകൊണ്ട് സുന്നത്തിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ മതി. വളരെ സ്വഹീഹായ ഹദീസാണിത്. ഞാൻ എന്റെ വക പറയല്ല, അല്ലെ?
നിങ്ങൾ എന്താ പറഞ്ഞത്? സുന്നത്ത് അധികരിപ്പിച്ചാൽ നിങ്ങളുടെ കണ്ണ് ഞാനായി മാറും, നിങ്ങളുടെ ചെവി ഞാനായി മാറും, നിങ്ങളുടെ കൈ ഞാനായി മാറും, നിങ്ങളുടെ കാല് ഞാനായി മാറും. അപ്പോഴാണ് ചില അള്ളാഹുവിന്റെ ഔലിയാക്കൾ കണ്ണ് കാണാത്ത ആളുടെ കണ്ണിൽ നിന്ന് തടവുമ്പോ ആ കണ്ണിന് കാഴ്ച ലഭിക്കുന്നത്. കാരണം ഈ കൈ അള്ളാഹുവിന്റെ കൈയാണ്. സുന്നത്ത് അധികരിപ്പിച്ചപ്പോ ഈ കൈ അള്ളാഹുവിന്റെ കൈയായി മാറി. ചില ആളുകൾ മന്ത്രിച്ചൂതുമ്പോ ക്യാൻസറിന് ശിഫ ലഭിക്കുന്നത് ഈ ചുണ്ട്, ഈ നാവ് റബ്ബിന്റെ നാവായി മാറി. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽബകം എന്നോവാ. എന്തേ ഇത് പറഞ്ഞത്? മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് നിങ്ങളുടെ ഹൃദയങ്ങൾക്കകത്തലങ്ങളഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എനിക്ക് കാണാമെന്ന് പറഞ്ഞത് വെറുതെയല്ല. ഈ കണ്ണ് റബ്ബിന്റെ കണ്ണായി മാറി. ഇത് അള്ളാഹുവിന്റെ കണ്ണാണ്. അള്ളാഹുവിന്റെ കണ്ണായ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക്, എത്ര ആളുകൾക്ക് ഇതൊരു 10 മണി വരെ പോകണമല്ലോ, 9:30 നിർത്തണം എന്നുള്ളതൊക്കെ വേല പറയുന്ന ആൾക്ക് കാണാൻ പറ്റും. നമ്മുടെ കണ്ണ് അള്ളാഹുവിന്റെ കണ്ണാവണം. എളുപ്പമാണ്. ചെറുപ്പക്കാരൊക്കെ ദീനിൽ അധിഷ്ഠിതമായി ജീവിക്കുക, സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും അദ്ദേഹം ഇങ്ങനെ മരങ്ങളും പച്ചിലകളും എല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുമ്പോൾ അദ്ദേഹത്തിന് തോന്നി, ആരും കാണാത്ത, ആരും ശ്രദ്ധിക്കാത്ത ഒരു ഇരുട്ടിൽ അള്ളാഹുമായിട്ടൊന്ന് സംസാരിക്കല്ലേ, അള്ളാഹുമായിട്ടൊരു അഭിമുഖം, അള്ളാഹുമായിട്ടൊരു സംസാരം. പിന്നെ ഒന്നും ആലോചിച്ചില്ല, പതുക്കെ പോയി വുളൂ ചെയ്തു. എന്നിട്ട് ആ ശ്മശാന മൂകതയിൽ പതുക്കെ അള്ളാഹുവിനെ കൈകെട്ടി. എന്നിട്ട് ഫാത്തിഹ ഓതി സൂറത്ത് ഓതാൻ തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ شديدا من لدن ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا. മഹാനായ അബ്ബാദ് തങ്ങൾ ഓതി അൽ കഹഫ് സൂറത്തിന്റെ മാധുര്യം ശരീരത്തിലേക്ക് കയറി. ഞാൻ ചോദിക്കട്ടെ, എന്നെങ്കിലും ഖുർആൻ ഓതുമ്പോൾ മനസ്സിലേക്ക് ഒരു ടേസ്റ്റ് ലഭിച്ചിട്ടുണ്ടോ? സിനിമ കാണുമ്പോഴുണ്ടാകുന്ന മാധുര്യം, കളി കാണുമ്പോഴുണ്ടാകുന്ന മാധുര്യം, സീരിയൽ കാണുമ്പോഴുണ്ടാകുന്ന മാധുര്യം, കാമുകന്മാര് സംസാരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു മാധുര്യം പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ എന്നെങ്കിലും നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണമുണ്ട്. ഓതേണ്ടതുപോലെ ഓതുന്നില്ല. അദ്ദേഹത്തിന് ഇത് വല്ലാതെ അങ്ങോട്ട് ആകർഷിച്ചു ഓതാൻ. ഓതിക്കൊണ്ടിരിക്കുമ്പോ ദൂരെ നിന്നൊരമ്പ് ശരീരത്തിലേക്ക് തുളച്ചു കയറാൻ, ശരീരത്തിലേക്ക് ഒരു അമ്പ് തുളച്ചു കയറി രക്തം വാർന്നൊലിക്കാൻ തുടങ്ങി. പക്ഷേ ഈ അൽ കഹഫിന്റെ മാധുര്യത്തിൽ അദ്ദേഹം നിസ്കാരത്തിൽ നിന്ന് കൈപേക്ഷിച്ചില്ല. നമ്മളോ കൈകെട്ടാൻ പെട്ടെന്നാണ് ഒരു കൊതുകടിക്കുന്ന ഫാത്തിഹ ഓതുന്നത് പോലെ അറിയാതെ കൊതുകടിച്ചാടി, അല്ലെങ്കിൽ പല്ലിങ്ങനെ ഒരു പ്രാണിയെ പിടിക്കാൻ പോവാൻ നമ്മളിതിങ്ങനെ ഇമാം ഇങ്ങനെ ഓതാൻ, പല്ലിങ്ങനെ പ്രാണി പിടിക്കാൻ പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കി പല്ലി അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇല്ലേ സംഭവിക്കാറില്ല, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറില്ല ഈ സംഭവങ്ങൾ. എന്തേ നമ്മൾക്ക് അതിലൊരു മാധുര്യം ലഭിക്കുന്നില്ല? അതാണ് ഇദ്ദേഹം ഓതി. ഒന്നാമത്തെ അമ്പ് ശരീരത്തിലേക്ക് തുളച്ചു കയറി, ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ വാർന്നൊലിച്ചു കൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന് ഈ ഖുർആനിനോടുള്ള, സൂറത്തുൽ കഹഫിനോടുള്ള മാധുര്യം കൊണ്ട്, ആ ഒരു ടേസ്റ്റ് കൊണ്ട് നിസ്കാരത്തിൽ നിന്ന് കൈപേക്ഷിക്കാൻ തോന്നിയില്ല. ഞാൻ ചോദിക്കട്ടെ, റെയിൽ പാളത്തിലൂടെ കാമുകിയുമായി ഹെഡ്ഫോൺ വെച്ച് സംസാരിച്ചു കൊണ്ടുവരുന്ന ഒരാൾ പിന്നിലൂടെ വരുന്ന ട്രെയിനിന്റെ ചൂളം വിളി എന്തേ കേൾക്കാത്തത്? ട്രെയിൻ ഇങ്ങനെ വരാൻ, ചൂളം വിളിച്ചു വരാൻ, പക്ഷേ തന്റെ കാമുകിയുമായി സംസാരത്തിലും സല്ലാപത്തിലുമാണ്. പക്ഷേ ഈ ചൂളം വിളി കേട്ടില്ല. കാമുകിയുടെ ശബ്ദത്തെക്കാളും ഉച്ചത്തിലുള്ള പെരുമ്പറ മുഴക്കിക്കൊണ്ട് ട്രെയിൻ വരുമ്പോൾ കേൾക്കാതെ ആ ട്രെയിനിന്റെ അടിയിൽ വീണ് ചത്തുപോവാൻ, ട്രെയിനിന്റെ അടിയിൽ വീണ് മരിച്ചു പോവാൻ. എന്തേ? അവന്റെ മനസ്സ് കൂടുതൽ എൻഗേജ് ആയി കിടക്കുന്നത് കാമുകിയുമായി അത്രയും ലയിച്ചു കിടക്കാണ്. അപ്പോൾ ട്രെയിനിന്റെ ശബ്ദം കേൾക്കൂല, അടിച്ചാലറിയില്ല, മോഷ്ടിച്ചാലറിയില്ല, ഒന്നും അറിയൂല. അതേപോലെ മഹാന്മാരായ സ്വഹാബാക്കൾ ഖുർആനിൽ ലയിക്കുകയാണ്. ഒന്നാമത്തെ അസ്ത്രം ശരീരത്തിലേക്ക് തുറച്ചു കയറി രക്തം വാർന്നൊലിച്ചിട്ടും ഖുർആൻ ഉപേക്ഷിച്ചില്ല, വീണ്ടും ഓതാൻ. രണ്ടാമത്തെ അമ്പും രണ്ടാമത്തെ അസ്ത്രവും ശരീരത്തിലേക്ക് കയറി, ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകാണ്.
വീണ്ടും ഓതാൻ തുടങ്ങി. മനോഹരമായി അദ്ദേഹം ഒച്ച പോലും വെക്കാതെ. നോക്കണം നിങ്ങൾ, പച്ച ഇറച്ചിയിലേക്ക് അസ്ത്രം തുളച്ചു കയറുമ്പോഴുണ്ടാകുന്ന വേദന. മീശ മുറിക്കുമ്പോൾ നമ്മുടെ കത്രിക കൊണ്ട് ചുണ്ടൊന്ന് മുറിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പത്തിരി ചുടുമ്പോൾ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് ഒരു തീപ്പൊരി, ഒരു സ്പാർക്ക് കയ്യിലേറ്റാൽ എത്ര വിഷമമാണ് നമ്മൾക്കുണ്ടാകുന്നത്. പച്ച ഇറച്ചിയിലേക്ക് അസ്ത്രം തുളച്ചു കയറാണ്. മൂന്നാമത്തെ അസ്ത്രവും തുളച്ചു കയറി. ഞാനിപ്പോൾ മരിച്ചു വീഴുമെന്ന് പേടിച്ചപ്പോ തന്റെ നിസ്കാരത്തിൽ നിന്ന് കൈവേശിച്ചുകൊണ്ട് അമ്മാർ അമ്മാർ എന്ന് പറഞ്ഞ അമ്മാറിനെ വിളിക്കാൻ. എന്തു പറ്റി നോക്കുമ്പോൾ ശരീരം മുഴുവനും രക്തം കൊണ്ട് കുടിച്ചിരിക്കുകയാണ്. എന്തു പറ്റി അബ്ബാദ്, എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോ മഹാനായ അബ്ബാദ് തങ്ങൾ പറഞ്ഞു, അമ്മാറെ, ശരീരത്തിലേക്ക് ആരോ അമ്പ് ചെയ്ത് വിട്ടു. അന്ന് നേരത്തെ പറയാമായിരുന്നില്ലേ? അദ്ദേഹം പറഞ്ഞു, ഒരു തവണ, രണ്ട് തവണ, മൂന്നാമത്തെ അമ്പ് എന്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറിയപ്പോ ഞാൻ പറയാനുള്ള കാരണം, ഞാനെങ്ങാനും മരിച്ചു പോയാൽ ആ കാപാലികൻ, ആ ശത്രു നേരെ ഈ ക്യാമ്പിലേക്ക് വന്ന് എന്റെ ഹബീബിനെ പോറിലേൽപ്പിക്കുമല്ലോ. ഹബീബനോട് വാച്ച്മാനായി നിൽക്കാൻ പറഞ്ഞതല്ലേ? ഹബീബ് ഏൽച്ച ഉത്തരവാദിത്വം ചെയ്യാതെ മരിച്ചാൽ അത് പിഴവാവൂലേ? അതുകൊണ്ടാണ് ഞാൻ കൈവേക്ഷിച്ചത്. ആയിരക്കണക്കിനമ്പുകൾ എന്റെ ശരീരത്തിലേക്ക് നാല് ഭാഗത്ത് നിന്നും തുരുതുരാ എന്റെ ശരീരത്തിലേക്ക് കയറിയാലും ഈ സൂറത്തുൽ കഹ്ഫിൽ നിന്ന് ഞാൻ വിട പറയുമായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഇവർ ഖുർആനിൽ ലയിച്ചവരാണ്. നമ്മൾ ഖുർആൻ പേരിന് വേണ്ടി ഓതുന്നവരാണ്. എത്ര ഖുർആൻ ഓത്തുകാരാണ്, പക്ഷേ ഖുർആൻ അവരെ ശപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മഹാന്മാര് പറഞ്ഞത് വെറുതെയല്ല. എന്തിനേറെ പറയണം എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, വളരെ ഗൗരവത്തോടെ കേൾക്കേണ്ട ഒരു ആയത്ത് ഞാൻ ഓതിത്തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയാണ്, എങ്ങനെയാണ് നിങ്ങൾ ഖുർആൻ ഓതേണ്ടത്, എങ്ങനെയാണ് ഖുർആൻ ഓതേണ്ടത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനിലൂടെ പറഞ്ഞു തരികയാണ് എന്തിനാണ് ഈ ഖുർആനിനെ ഇറക്കിയത്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതി. ഇതിന്റെ ആയത്തുകളെ ചിന്തിക്കാനാണ് ഞാൻ നിങ്ങളിലേക്ക് ഖുർആൻ ഇറക്കിയത്. ലിയദ്ദബ്ബറു ആയാതി, ഇതിന്റെ ദൃഷ്ടാന്തങ്ങൾ ആലോചിക്കാനാണ്, ഇത് പഠിക്കാനാണ്, അല്ലാതെ ഖുർആൻ ഓതി വിടാനല്ല. ലിയദ്ദബ്ബറു ആയാതിഹി എന്ന് പറഞ്ഞാൽ ഓരോ ആയത്തുകളും സൂക്ഷ്മമായ പരിശോധന നടത്താനാണ്. ഉസ്താദേ, ഞാൻ പഠിച്ചില്ലല്ലോ, അത് പറയാൻ പറ്റൂല. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയൂലേ, നിങ്ങൾക്ക് ഹിന്ദി അറിയൂലേ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടില്ലേ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഹിന്ദി പഠിപ്പിച്ചിട്ടില്ലേ, എന്റെ അറബി പഠിപ്പിക്കാത്തത്? എന്റെ അറബി പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, പഠിക്കാനുള്ള സൗകര്യമുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് മലയാളമേ അറിയുള്ളൂ, എനിക്ക് അറബി അറിയൂല എന്നൊരു എക്സ്ക്യൂസ് പറയാൻ പറ്റൂല. കാരണം എന്തുകൊണ്ട് പറയാൻ പറ്റൂല? പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങളോതുന്ന സൂറത്തുൽ മുൽക്ക്, നിങ്ങളോതുന്ന സൂറത്തുൽ വാഖിഅ, മഹാന്മാരിൽ ചില ആളുകൾ പറയുന്നുണ്ട്, സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ ഹിയൽ മുൻജിയ ഹിയൽ മാനിഅ, പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് ഓതിയാൽ നിങ്ങൾക്ക് ആഖിറം രക്ഷപ്പെടാം. രണ്ട് സൂറത്തുണ്ട്, ഒരു സൂറത്ത് ഓതിയാൽ ആഖിറം രക്ഷപ്പെടാം, രണ്ടാമത്തെ സൂറത്ത് ഓതിയാൽ ദുനിയാവും രക്ഷപ്പെടാം. അറിയൂലേ? രണ്ട് സൂറത്തുണ്ട്, ദുനിയാവും രക്ഷപ്പെടും, ആഖിറവും രക്ഷപ്പെടും. ഏത് സൂറത്തെന്ന് അറിയൂലേ? ആർക്കാ അറിയാത്തത്? പക്ഷെ ആരാണ് ഇവിടെ ഓതുന്നവർ? അവിടെയാണ് ചർച്ച. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയൂലേ? ആഖിറം രക്ഷപ്പെടുന്ന സൂറത്ത് ഏതാ? സദസ്സ് കുറെ അപ്പുറത്താണ്. അതുകൊണ്ട് സദസ്സുമായി നല്ലൊരു ടച്ച്, ഒരു സമീപനം കിട്ടുന്നില്ല. ഏതാ ആഖിറം രക്ഷപ്പെടുന്ന സൂറത്ത്? ഏതാ ഏതാ ഉറക്കെ പറഞ്ഞോളൂ. സമയത്രയും കുറെ ആയോ? 9:22 സമയമുണ്ടല്ലോ ഇൻഷാ അല്ലാഹ്. ഏതാണ് ആഖിറം രക്ഷപ്പെടുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. നബി തങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന ആളുകൾ ഖബറിൽ ശിക്ഷിക്കപ്പെടൂല, ഖബറിൽ ശിക്ഷിക്കപ്പെടൂല. എല്ലാവർക്കും പേടി, പഠിച്ചോനെ ഞാൻ ഖബറിലെത്തി എന്തായിരിക്കും എന്റെ അവസ്ഥ? അവിടെ രക്ഷപ്പെടാനാ പറയുന്നത്. ഡെയിലി സൂറത്തുൽ മുൽക്ക് ഓതിക്കോളൂ, ഒരു പേടിയും പേടിക്കേണ്ട, ധൈര്യമായിട്ട് പോവാം, ധൈര്യമായിട്ട് പോവാൻ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നത്. ഇത് എന്റെ വകയല്ല, ഇത് അല്ലാഹുവിന്റെ ഹബീബിന്റെ വകയാണ്. ഇത് അള്ളാഹു പറഞ്ഞ വിഷയങ്ങളാണ്. അള്ളാഹുവിന്റെ ഹബീബ് സ്വമേധയാ ഒന്നും പറഞ്ഞിട്ടില്ല. ആ ഹബീബാണ് പറയുന്നത്. ഖബർ ജീവിതം രക്ഷപ്പെടാൻ, ഖബർ ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാതിരിക്കാൻ മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചാൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. എത്ര ഓതുന്ന ആളെന്ന് കൈപൊക്കിയ നോക്കട്ടെ. മഗ്രിബ് നിസ്കാരത്തിന് ശേഷം സൂറത്തുൽ മുൽക്ക് ഓതുന്ന എത്ര ആളുണ്ട്? ഒന്ന് നോക്കി, എല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്കി, എത്ര പേരുണ്ട് നോക്കിയേ, ഒന്ന് നോക്കിയേ. ഇതറിയാഞ്ഞിട്ട് താഴ്ച അൽഹംദുലില്ലാഹ്. എത്ര ആളെങ്കിലും ഉണ്ട്? അൽഹംദുലില്ലാഹ്. ഓതാറുണ്ടോ? ഓതിക്കൂടെ?
5 മിനിറ്റ് മതി സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാൻ. വാട്സപ്പിൽ കളിച്ചിരിക്കുന്നില്ല, വന്ന ഗ്രൂപ്പുകളിലൊക്കെ ടെക്സ്റ്റുകൾ തുറന്നു നോക്കി ഫോർവേഡ് ചെയ്ത് ഫേസ്ബുക്ക് നിരന്തരമായി സ്ക്രോൾ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് നോക്കാറില്ലേ? ഈ സമയം വേണ്ടല്ലോ ഒരു സൂറത്തുൽ മുൽക്ക് ഓതാൻ. ഇത് എനിക്ക് വേണ്ടിയാണോ? അല്ല നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയാണോ? അല്ല, ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ ആഖിറം രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ഹബീബിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തുടരണം. ഹബീബിൽ വിശ്വാസമുണ്ടെങ്കിൽ ഇത് മുത്ത ഹബീബ് ഒരു വിഷയം പറഞ്ഞാൽ അത് അതുപോലെ നടക്കുമെന്നതിൽ 100ൽ 110% ഉറപ്പാണ്. ഒരു ഡൗട്ടുമില്ല വിഷയത്തിൽ. നബി തങ്ങളാ പറഞ്ഞത് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാം. എന്താണ് ഈ ഖബർ എന്ന് പറഞ്ഞാൽ? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞു പോയ വീടാണത്. ഉസ്മാൻ തങ്ങൾ കരഞ്ഞു പോയില്ലേ? ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. എത്ര പേര് ഞെട്ടുന്നുണ്ട്? അള്ളാഹുവിന്റെ മനോഹരമായ ഈ മസ്ജിദ് മാലിക് ദിനാറിലേക്ക് കടന്നു വരുമ്പോ ആദ്യമായി നമ്മുടെ കണ്ണിലേക്ക് കടന്നു വരുന്നത് വിശാലമായി നീണ്ടു കിടക്കുന്ന ഖബർസ്ഥാനല്ലേ? ആ ഖബർ കാണുമ്പോൾ എത്ര ആളുകൾ പേടിക്കുന്നുണ്ട്, എത്ര ലാഘവത്തോടെയാണ് നടന്നു പോകുന്നത്, എത്ര ഭാവത്തോടെയാണ് നടന്നു പോകുന്നത്. പക്ഷേ ആ ഖബർ വിളിച്ചു പറയുന്നുണ്ട്, ഇന്ന് എത്ര അഹങ്കാരത്തോടെ നടന്നാലും നാളെ നിന്നെ എനിക്ക് കിട്ടാൻ പോകുന്നുണ്ട് എന്ന് ഖബർ വിളിച്ചു പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ലല്ലേ? നമ്മളത് തിരിച്ചറിഞ്ഞിട്ടില്ല. ഉസ്മാൻ തങ്ങളോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങളുടെ ഖബറിനെ കുറിച്ച് പറയുമ്പോൾ കേൾക്കുന്നത്? ഖബറിനെക്കാളും ഗൗരവമല്ലേ നരകം? ഖബറിനെക്കാളും ഗൗരവമല്ലേ മഹ്ശറ? ഖബറിനെക്കാളും ഗൗരവമല്ലേ സിറാത്ത്? നിങ്ങൾ എന്തിനാ ഈ ഖബറിനെ ഇങ്ങനെ പേടിച്ചു കരയുന്നത്? കേൾക്കണം. അപ്പോഴാണ് ഉസ്മാൻ തങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ മരിച്ചാൽ ഉഖ്റവിയായ ജീവിതത്തിന്റെ തുടക്കം കുറിക്കുന്നത് ഖബറിൽ വെച്ചാണ്. ആഖിറത്തിലേക്കുള്ള ജീവിതത്തിന്റെ പ്രാരംഭം കുറിക്കുന്നത് ഖബറിലാണ്. അവിടെ വിജയിച്ചാൽ പിന്നെ എല്ലാം വിജയമാണ്, അവിടെ തോറ്റാൽ പിന്നെ എല്ലാം തോൽവി തന്നെ, പിന്നെ എല്ലാം പരാജയം തന്നെ. അതുകൊണ്ട് ഖബറിനെ കുറിച്ച് പേടിക്കാനുള്ള കാരണം, ഞാൻ മരിച്ചിട്ട് ആദ്യം പോകുന്ന വീടാണ് ഖബറിടം. അവിടെ രക്ഷപ്പെട്ടാലേ എനിക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. ആ ഖബറിടം രക്ഷപ്പെടാൻ മുത്ത ഹബീബ് പഠിപ്പിച്ചു തന്നത് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. പക്ഷേ ചില മഹാന്മാര് പറയുന്നുണ്ട്, അർത്ഥം അറിഞ്ഞ് പാരായണം ചെയ്താലേ ഈ നിബിത്തങ്ങൾ പറഞ്ഞ ഓഫർ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ പറയും ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോഴാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒന്ന് യൂട്യൂബിൽ ചെന്നാൽ മതി. സൂറത്തുൽ മുൽക്ക് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4, ഇങ്ങനെ പാർട്ട് 15, 16, 20 വരെ 20ഓളം പാർട്ടുകളായി ഖുർആനിന്റെ സൂറത്തുൽ മുൽക്കിന്റെ തഫ്സീറുകൾ. നിങ്ങൾക്ക് മലയാളം അറിയൂലേ? മലയാളത്തിൽ ക്ലാസ് എടുക്കുന്ന വാല്യൂ യൂട്യൂബിലുണ്ട്. നിങ്ങൾക്ക് അറബി അറിയില്ലെങ്കിൽ മലയാളം അറിയൂലേ? ഇനി ഇംഗ്ലീഷ് അറിയൂലേ? ഏതെങ്കിലും ഒരു ലാംഗ്വേജ് അറിയൂലേ? അതുകൊണ്ടാണ് നിങ്ങൾ പരിശുദ്ധം. അപ്പൊ നിങ്ങൾ ചോദിക്കും, സമസ്ത പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഖുർആൻ ട്രാൻസ്ലേറ്റ് ചെയ്യരുത് എന്ന്. അത് പറയാനുള്ള കാരണം നിങ്ങൾക്ക് ഇപ്പൊ തിരിച്ചറിഞ്ഞു എന്ന് എനിക്ക് തോന്നുകയാണ് അല്ലെ? എന്തേ ഖുർആൻ ട്രാൻസ്ലേഷൻ ചെയ്യണ്ടെന്ന് പറഞ്ഞത്? എന്തേ ഖുർആൻ പരിഭാഷപ്പെടുത്തരുത് എന്ന് സമസ്ത പറഞ്ഞത്? മഹാനായ ശംസുൽ ഉലമയെ പോലുള്ള ആളുകൾ പരിശുദ്ധമായ ഖുർആൻ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ ചെയ്യരുത് എന്ന് പറഞ്ഞത് നമ്മൾ ഇന്ന് കേട്ടു സോഷ്യൽ മീഡിയയിലൂടെ. ചിദാനന്ദ സ്വാമി എന്ന് പറയുന്ന സ്വാമി പരിശുദ്ധ ഖുർആൻ ഇന്ത്യയിൽ നിന്ന് ബഹിഷ്കരിക്കാൻ, ഇന്ത്യയിൽ നിന്ന് വലിച്ചെറിയാൻ പെറ്റീഷൻ കൊടുത്ത കഥ പറയുന്നുണ്ട്. കാരണം ഈ ഖുർആനിൽ 300ഓളം സ്ഥലങ്ങളിൽ അമുസ്ലിമീങ്ങളെ വധിക്കാൻ പറയുന്നുണ്ട്. സ്വാമി പറയാൻ 300ഓളം സ്ഥലങ്ങളിൽ അമുസ്ലിമീങ്ങളായ ഹൈന്ദവ വിശ്വാസികളെ അടക്കം വധിക്കാൻ ഖുർആനിൽ പറയുന്നുണ്ട്. സത്യമാണല്ലോ, ഖുർആൻ അത് പറയുന്നുണ്ടല്ലോ, പറയുന്നില്ലേ? എവിടെ കണ്ടാലും കൊല്ലണമെന്ന് പറയുന്നില്ലേ? നിങ്ങളെ എങ്ങനെയാണോ അവർ വധിക്കുന്നത് അതേപോലെ നിങ്ങൾ അവരെയും വധിക്കണമെന്ന് പറയുന്നുണ്ട്. ഇവിടെയാണ് സുന്നത്ത് ജമാഅത്തിന്റെയും ബിദ്അത്തിന്റെയും ആശയങ്ങളിൽ പ്രത്യേകമായ ഒരു വിശദീകരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തേ ട്രാൻസ്ലേഷൻ വേർഡ് ബൈ വേർഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞത്? അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്ത ആളുകളെ നിങ്ങൾ വധിച്ചു കളയണമെന്ന് വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ വായിച്ചത് കൊണ്ടാണ് ചിദാനന്ദ സ്വാമിക്ക് തെറ്റുപറ്റിയത്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു മലയാള ട്രാൻസ്ലേഷൻ നോക്കി, രണ്ടാമത് വേറൊരു ട്രാൻസ്ലേഷൻ നോക്കി, മൂന്നാമത് മറ്റൊരു ട്രാൻസ്ലേഷൻ നോക്കി, ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ വായിച്ചു. എല്ലാറ്റിലും പറയുന്നത് കൃത്യമായി മുസ്ലിമീങ്ങളെ ബഹുദൈവ വിശ്വാസികളെ വധിക്കാനാണ്. എന്നാൽ ആ സ്വാമിയോട് വളരെ സ്നേഹത്തിൽ പറയട്ടെ, ഖുർആൻ മുസ്ലിമീങ്ങളെ വധിക്കാൻ
പറയുന്നുണ്ട്. ഏത് മുസ്ലിമീങ്ങളെയാണ്, ഏത് സാഹചര്യത്തിലാണത് പറഞ്ഞത്? ഏത് സാഹചര്യത്തിലാ? ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിങ്ങളെ വധിക്കാനാണോ? അല്ല, പിന്നെ ആരെ വധിക്കാനാണ്? അത് മക്കക്കാരായ മുശ്രിക്കീങ്ങൾ 13 വർഷക്കാലം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു എന്റെ റബ്ബാണ്, മുഹമ്മദ് നബി എന്റെ പ്രവാചകനാണ്, കള്ളു കുടിക്കല്ലേ, വ്യഭിചരിക്കല്ലേ, ഹറാമ് തിന്നല്ലേ, കൊലപാതകം നടത്തല്ലേ, കുടുംബബന്ധം പുലർത്തണേ എന്നൊക്കെ പറഞ്ഞതിന്റെ പേരിൽ, സ്ത്രീകളെ ജീവനോടെ കുഴിച്ചുമൂടല്ലേ എന്ന് മാത്രം, നന്മ മാത്രം പറഞ്ഞതിന്റെ പേരിൽ 13 വർഷക്കാലം വളരെ നിഷ്ഠൂരമായി പീഡിപ്പിച്ചിട്ട് ജനിച്ച നാടിൽ ജീവിക്കാൻ അനുവദിക്കാതെ മദീനയിലെ കാട്ടി ഓടിച്ചിട്ട് ആ മദീനയിൽ പോലും സ്വസ്ഥതയോടെ ജീവിക്കാൻ അനുവദിക്കാതെ വന്നപ്പോ മഹാന്മാരായ സ്വഹാബാക്കൾ നബി തങ്ങളോട് ചോദിച്ചു, നബിയെ ഞങ്ങൾ തിരിച്ചടിക്കല്ലേ? സ്വന്തം നാട്ടിൽ നിന്ന് മദീനയിലേക്ക് പറഞ്ഞയച്ചു, എന്നിട്ട് ഇവിടെയും വന്നിട്ട് അവർ കുരുത്തക്കേട് കാട്ടാണോ? തിരിച്ചടിക്കല്ലേ? അപ്പോഴാണ് പറഞ്ഞത്, നിങ്ങൾ ആക്രമിക്കുന്ന ആളുകളെ നിങ്ങളും ആക്രമിച്ചോളൂ. ചില കരാറുകൾ നൽകിയിട്ടുണ്ട്. ഇനി ഒരിക്കലും മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധത്തിന് വരൂല എന്നും, എന്നാൽ മറ്റുള്ളവർ വന്നാൽ മുസ്ലിമീങ്ങൾക്കെതിരെ സഹായിക്കൂല എന്നും ഉടമ്പടി ചെയ്ത ആളുകൾ ആ കരാറ് വാഗ്ദാനം ലംഘിച്ചപ്പോ അവരെ വധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളെ വധിക്കാനല്ല. ദീനിൽ ഒരാളെയും ബലമായി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഒരാളെയും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താ പ്രശ്നം? എന്താ? ഖുർആൻ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ എടുത്തപ്പോ ഇത് വായിക്കുന്ന മുസ്ലിമീങ്ങൾ തെറ്റിദ്ധരിക്കാൻ തുടങ്ങി. സത്യത്തിൽ അവിടെ സാഹചര്യം കൂടി പറയാനായിരുന്നു. ആരെയാണ് ഈ വധിക്കാൻ പറഞ്ഞത്, എന്ത് സാഹചര്യത്തിനാണ് പറഞ്ഞത്, അതും കൂടി ചേർത്താ മാഷാ അല്ലാഹ്. ഉദാഹരണം മഹാനായ ഇബ്നു കസീർ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇവരുടെ തഫ്സീർ അതേപോലെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത കുഴപ്പമില്ല, ഈ പ്രശ്നങ്ങൾ ഉണ്ടാവൂല, ഇവർ തെറ്റിദ്ധരിക്കൂല. വേർഡ് ബൈ വേർഡ് ഖുർആൻ എന്താണോ പറഞ്ഞത് അതേപോലെ മലയാളത്തിൽ ട്രാൻസ്ലേഷൻ ഉണ്ടാക്കിയപ്പോ അതാണ് ബിദ്അത്തുകാർക്ക് പിഴച്ചത്, അതാണ് ഈ ചിദാനന്ദ സ്വാമിക്കും തെറ്റുപറ്റിയത്. അതുകൊണ്ട് മലയാള ട്രാൻസ്ലേഷൻ പഠിക്കുമ്പോൾ നമ്മൾക്കും തെറ്റുപറ്റി പോകും. അതുകൊണ്ട് അതിന്റെ ആഴത്തിലിറങ്ങണം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, കിതാബുൻ അൻസൽനാഹു ഇലൈക്, നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞേച്ച ഈ കിതാബുണ്ടല്ലോ, എന്തിനാണ് പറഞ്ഞതെന്നറിയോ? ലിയദ്ദബ്ബറു ആയാതി, ഇതിന്റെ ആയത്തുകൾ ആഴത്തിലിറങ്ങി പഠിക്കാനാണ്, വെറുതെയല്ല. ഇഖ്തറബതിസ് സാഅ വശഖൽ ഖമർ, മഹാനായ ഡേവിഡ് പിഡ്കോക്ക് എന്ന് പറയുന്ന ജൂതനായ ഒരാൾ മതങ്ങളെ കുറിച്ച് വളരെ മനോഹരമായ ഒരു ചരിത്രമാണിത്. ഈ റീസെന്റ് കാലത്ത് ഒരു ഇസ്ലാമിലേക്ക് കടന്നു വന്നത് 14 നൂറ്റാണ്ട് മുമ്പുള്ള ഒരു ദൃഷ്ടാന്തം കാരണമാണ്. ഡേവിഡ് പിഡ്കോക്ക്, അദ്ദേഹം ഒരു ജൂതനാണ്. അദ്ദേഹം മതങ്ങളെ കുറിച്ച് പഠിക്കുമ്പോ, ഒരു മുസ്ലിമായ ജൂതനായ സഹോദരൻ മതങ്ങളെ കുറിച്ച് പഠിക്കുമ്പോ, മുസ്ലിമായ സഹോദരൻ പരിശുദ്ധമായ ഖുർആനിന്റെ ട്രാൻസ്ലേഷൻ അദ്ദേഹത്തിന്റെ കൈകളിൽ നൽകി. ആ ട്രാൻസ്ലേഷനുമായി വീട്ടിലെത്തിയിട്ട് ട്രാൻസ്ലേഷൻ വന്നപ്പോൾ ആദ്യമായി അദ്ദേഹത്തിന് കിട്ടിയ ആയത്തേതെന്നറിയോ? സൂറത്തുൽ ഖമർ, ചന്ദ്രനെ കുറിച്ച് പറയുന്ന ആയത്താണ്. അതിലിങ്ങനെയാണ് ഓതിയത്, അന്ത്യനാൾ അടുത്തിരിക്കുന്നു, ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ അവർ പറയുന്നത് ഇതൊരു മാജിക് ആണെന്നാണ്, വിശ്വസിക്കുന്നില്ല. മക്കക്കാരായ മുശ്രിക്കീങ്ങൾ മുഹമ്മദേ, ആ കാണുന്ന അമ്പിളിമാമനെ, ആ കാണുന്ന ചന്ദ്രൻ 2 കഷ്ണമായി പുലർത്തി തന്നാൽ നിന്നെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തത്. അപ്പോഴാണ് ആകാശത്തൊരു കഷ്ണം, ഹിറാ ഗുഹയുടെ സമീപത്തൊരു കഷ്ണം, 2 കഷ്ണമായി ചന്ദ്രൻ പുലർന്നത്. പക്ഷേ അവര് വിശ്വസിച്ചില്ല. അവര് പറഞ്ഞു, ഹാദാ സിഹ്റുൻ മുസ്തമിർ, ഇതൊരു മാജിക്കാണ്, ഇയാളൊരു മജീഷ്യനാണ്, ഇതൊരു സിഹറാണ്, ഞങ്ങൾ വിശ്വസിക്കൂല. നിങ്ങൾ കേൾക്കണോ? പരിശുദ്ധമായ ഈ കാസർഗോഡ്, ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മഹാനായ താജുദ്ദീൻ പെരുമാൾ മദീനയിലേക്ക് പോയത് എന്തിനെന്നറിയോ? എന്തിനാ? ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ എന്റെ വാക്ക് ഉപസംഹരിക്കാൻ പോവാണ്, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. മഹാനായ താജുദ്ദീൻ പെരുമാൾ റളിയല്ലാഹു അൻഹു ഈ കേരളക്കരയിൽ നിന്ന് മദീനയിലേക്ക് പോയതെന്തിനാ? സ്വഹാബാക്കൾ കേരളക്കരയിലേക്ക് കടന്നു വന്നപ്പോ സ്വഹാബാക്കളോട് ചോദിച്ചു, ചന്ദ്രൻ 2 കഷ്ണമായി പുലർന്നു നിൽക്കുന്നത് ഞാൻ കാണാതെയായിട്ടുണ്ട്, എന്താണ് സംഭവമെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇവിടെ കിടക്കുന്ന അന്ത്യവിഷമം കൊള്ളുന്ന മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു ചന്ദ്രൻ 2 കഷ്ണമായി പുലർത്തുന്ന സമയത്ത് ആ
സദസ്സിൽ ഹബീബിന്റെ കൂടെ ഉണ്ടായ മഹാനാണെന്ന് അസ്റാർ സിറിന്റെ രഹസ്യമറിയുന്ന ഔലിയാക്കൾ രേഖപ്പെടുത്തിയത് മഹാനായ നമ്മുടെ ത്വാഖ് ഉസ്താദ് പറഞ്ഞ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഇവിടെ കിടക്കുന്ന മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു ചന്ദ്രൻ 2 കഷ്ണമായി പിളർത്തിയ സദസ്സിലുള്ള ആളായിരുന്നു. 1970കളിൽ നിന്ന് എനിക്ക് തോന്നുന്നു, കൃത്യമായി എനിക്ക് ഓർമ്മയില്ല. ഉറൂസ് നടക്കുമ്പോൾ ഈജിപ്തിൽ നിന്നൊരു വലിയ ഇവിടെ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ കിടക്കുന്നത് ഹാജൻ അറിയൂലേ? പ്രബോധനം കൊണ്ട് അജ്മീർ ശൈഖ് 90 ലക്ഷം ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച ആളാണ് ഹാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. 90 ലക്ഷം. നമ്മളെ കൊണ്ട് ഒരാളെങ്കിലും നന്നായിട്ടുണ്ടോ? 90 ലക്ഷം ആളുകൾ അദ്ദേഹത്തെ കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാജ മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹം ഒരു സമുദ്രമാണ്. മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു ഒരു സമുദ്രമാണ്. ആ സമുദ്രത്തിലെ ഒരു തുള്ളി, ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടർ, ഒരു തുള്ളി വെള്ളമാണ് ഹാജ. 90 ലക്ഷം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണക്കാരനായ ഹാജ, അദ്ദേഹം മാലിക് ദിനാർ എന്ന് പറയുന്ന പ്രശാന്തമായി നീണ്ടു കിടക്കുന്ന സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളമാണ്. അപ്പൊ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം എവിടെ? നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മൾക്ക് പൊതുവെ മുറ്റത്തെ മുല്ലേക്ക് പൊതുവെ മണ്ടാവാറില്ല. നമ്മൾക്ക് ഇതിന്റെ മഹത്വം മനസ്സിലായിട്ടില്ല. ഇവരുടെ കൂടെയാണ് നാളെ നമ്മൾ മഹ്ശറിൽ പോവുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പക്ഷെ എന്റെ തളങ്കര സ്വദേശികൾ ഈ വഅൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ മണ്ണിൽ നിന്ന് തെറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണേ, കുരുത്തക്കേട് പറ്റിപ്പോകും. ഈ മണ്ണ് മാലാഖമാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മസാറുകളിൽ മഹാന്മാരായ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും. അനുഗ്രഹീതമായ മണ്ണിൽ നന്മ ചെയ്യുമ്പോൾ പ്രതിഫലം കിട്ടുന്നത് പോലെ തിന്മ ചെയ്യുമ്പോൾ ശിക്ഷ കൂടുതലാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതിന് തൊട്ടടുത്ത് ഇതിന്റെ ചുറ്റുഭാഗത്ത് കഞ്ചാവിന്റെയോ കള്ളിന്റെയോ മയക്കുമരുന്നിന്റെയോ ഹറാമിന്റെയോ പ്രവർത്തനങ്ങൾ നടത്തരുത്. അള്ളാഹു നമ്മെ കാക്കട്ടെ. നമ്മൾ പറഞ്ഞു വന്നത്, അദ്ദേഹം വായിക്കുകയാണ്, ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നിട്ടുണ്ട്, അന്ത്യനാൾ അടുത്തിരിക്കുന്നു എന്ന് പരിശുദ്ധമായ ഖുർആനിൽ ആദ്യമായി തുറന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് കണ്ടു. ഡേവിഡ് പിഡ്കോക്ക് എന്ന് പറയുന്ന ജൂതൻ ഖുർആനിന്റെ ട്രാൻസ്ലേഷൻ തുറന്നപ്പോൾ ആദ്യം വായിച്ചത് അന്ത്യനാൾ, ലോകാവസാനം അടുത്തിരിക്കുന്നു, ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നിരിക്കുന്നു. അദ്ദേഹം തുറന്ന മുസ്ഹഫ്, തുറന്ന ട്രാൻസ്ലേഷൻ അതുപോലെ പൂട്ടിവെച്ചിട്ട് പറഞ്ഞു, ഇതൊരു ബുഡലാണ്, ഇതൊരു കെട്ടുകഥയാണ്, ഇതിൽ വിശ്വസിക്കാൻ എന്നെ കിട്ടൂല, നിങ്ങൾ വിശ്വസിച്ചോളി എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പൂട്ടിവെച്ചതാണ്. പിന്നെ ഖുർആൻ തുറന്നു നോക്കിയിട്ടില്ല. പിന്നെ 1978 സ്പേസ് ജേർണിയെ കുറിച്ചിട്ടൊരു ചാനൽ ചർച്ച. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ടിവിയുടെ ഒരു ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് 1978. അപ്പോ ജെയിംസ് ബുർഖെ എന്ന് പറയുന്ന അവതാരകൻ നാസയുടെ ചന്ദ്രനിൽ കാലുകുത്തിയ ആളുകളോട് ചോദിക്കുന്നുണ്ട്, $100 മില്യൺ ഇന്ത്യൻ രൂപയല്ല, 100 ദശലക്ഷക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചിട്ട് നിങ്ങൾ ചന്ദ്രനിൽ കാലുകുത്തി ഈ അമേരിക്കയ്ക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത്? ഈ അമേരിക്കയ്ക്ക് എന്തുപകാരമാണ് ഉണ്ടായത്? വീടില്ലാതെ വസ്ത്രമില്ലാതെ പട്ടിണി പാവങ്ങളായ ലക്ഷക്കണക്കിന് ആളുകൾ അമേരിക്കയിൽ ഉണ്ടാകുമ്പോ $100 മില്യൺ ചെലവഴിച്ച് നിങ്ങൾ ചന്ദ്രനിലേക്ക് പോയത് കൊണ്ട് നമ്മുടെ രാജ്യത്തിന് എന്തുപകാരമാണ് ഉണ്ടായത്? ഇത് ചോദിക്കുമ്പോഴാണ് ചന്ദ്രനിലേക്ക് കാലുകുത്തിയ നീൽ ആംസ്ട്രോങ്ങിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞത്, ഇവിടെ ഒരു യാഥാർത്ഥ്യമുണ്ട്. The moon have been split a long time ago. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് the moon had been split a long time ago and rejoined. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നിട്ട് അത് വീണ്ടും കൂടിയോജിച്ചതാണ് എന്ന് നാസയുടെ ചന്ദ്രനിലേക്ക് കാലുകുത്തിയ ആളുകൾ ചാനലിൽ പറഞ്ഞപ്പോ ഇരുന്ന കസേരയിൽ നിന്ന് അദ്ദേഹം പറയാൻ, he jumped from the chair, തന്റെ കസേരയിൽ നിന്ന് ചാടി എണീറ്റു. പിന്നെ ഒന്നും ആലോചിച്ചില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏത് കാരണത്താലാണോ മുസ്ഹഫ് കൂട്ടിവെച്ചത്, ഇത് വിടലാണ്, ഇത് നുണയാണ്, ഇത് കള്ളമാണ്, ഇതിൽ വിശ്വസിക്കാൻ എന്നെ കിട്ടൂല എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധമായ മുസ്ഹഫ് കൂട്ടിവെച്ച ജെയിംസ് ബുർഖെ ഡേവിഡ് പിഡ്കോക്ക് എന്ന് പറയുന്ന ജൂതനായ സഹോദരൻ അതേ ഒരു കാരണത്താൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. എപ്പോ 1970കളിൽ ഇത് 1400 വർഷം മുമ്പാണ് ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നത്. പക്ഷെ അതിന്റെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് ഇന്നും ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ. ഇന്ന് അദ്ദേഹത്തിന്റെ പേര് മൂസ പിഡ്കോക്ക് എന്നാണ്. ഇതാണ് ഖുർആൻ.
ഖുർആനിന്റെ ആഴങ്ങളിൽ ഇറങ്ങണം. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതി. ഇതിന്റെ ആയത്തുകൾ പഠിക്കാനും ആഴത്തിലിറങ്ങാനുമാണ് ഞാൻ ഖുർആൻ നിങ്ങൾക്ക് ഇറക്കി തന്നത്. ഒരായത്ത് രണ്ടാമത്തെ ആയത്ത് കേൾക്കണം. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ? ഖുർആനിന്റെ ആയത്തുകളെ കുറിച്ച് ആലോചിക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. എന്തേ നിങ്ങളുടെ ഹൃദയത്തിൽ സീല് വെച്ച് പൂട്ടിയിരിക്കുകയാണോ? എന്തേ നിങ്ങൾ ആലോചിക്കാത്തത്? എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? ഖുർആനിന്റെ ആയത്തുകൾ വെറുതെ ഓതിവിടാനുള്ളതല്ല, അത് ആലോചിക്കാനുള്ളതാണ്. വേറെ മൂന്നാമത്തെ ആയത്ത് കൂടി കേൾക്കണേ. അഫലം യദ്ദബ്ബറുൽ ഖൗൽ. ഈ ഖുർആനിന്റെ ആയത്തുകളെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ? നാലാമത്തെ ആയത്ത് കൂടി കേൾക്കണേ. ഇന്നാ ജഅൽനാഹു ഖുർആനൻ അറബിയ്യ. ഈ പരിശുദ്ധമായ ഖുർആനിനെ അറബിയിൽ ഞാൻ ഇറക്കിയത് ലഅല്ലകും തഅഖിലൂൻ. ചിന്തിക്കാൻ വേണ്ടിയാണ്, ഓതിവിടാനല്ല. വെറുതെ അങ്ങ് ഓതിവിടാനല്ല, ചിന്തിക്കാൻ വേണ്ടിയാണ്. നിർബന്ധമായും അർത്ഥം ആലോചിക്കേണ്ട ചില ആയത്തുകളുണ്ട്, നിർബന്ധമാണ്. വൈലുൽ ലിമൻ ഖറഅ വലം യതഫക്കർ ഫീഹാ. ഇത് ഓതുന്ന ആളുകൾ ഇതിന്റെ അർത്ഥം അല്ലെങ്കിൽ അവർക്ക് നാശമുണ്ടോ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങനൊരു ആയത്ത് ഖുർആനിലുണ്ടോ? മനസ്സിലായോ? നമ്മൾ എത്ര ഖത്തം തീർത്തു? ശ്രദ്ധിക്കണം, നമ്മൾ എത്ര ഖത്തം, എത്ര ഖുർആനിന്റെ ആയത്തുകൾ ഓതി തീർത്തു. ഇത് ഓതി അർത്ഥം ആലോചിക്കാതെ ഓതി വിട്ടാൽ വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. ഇതിന്റെ അർത്ഥം ആലോചിക്കാത്ത ഓതി വിട്ടവന് നാശമാണ്, അവൻ ശപിച്ചിരിക്കുകയാണ് ഖുർആൻ. മനസ്സിലായോ? നിർബന്ധമായിട്ട് അർത്ഥം ആലോചിക്കേണ്ട ആയത്തുകൾ ഖുർആനിലുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ശപിക്കൂലേ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എത്രയെത്ര ഖുർആനോത്തുകാരാണ്, പക്ഷേ ഖുർആൻ അയാളെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ അയാളെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെയാണ്? ചില ആയത്തുകൾ ഓതുമ്പോൾ അർത്ഥം ആലോചിക്കൽ നിർബന്ധമാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ കൂടെ രാത്രി ചെലവഴിക്കുമ്പോഴാണ് ആയിഷ ബിബിയുടെ സമ്മതത്തോടെ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുന്നത്. ഒന്നാമത്തെ റക്അത്തിൽ നിസ്കരിച്ചു, ഒരുപാട് സമയം ദീർഘമായി. ഫാത്തിഹയിൽ ഖിയാമിൽ കിടന്ന് കരയാണ്, പിന്നെ റുകൂയിൽ കിടന്ന് കരയാൻ തുടങ്ങി, പിന്നെ സുജൂദിൽ കിടന്ന് കരയാൻ തുടങ്ങി. സമയം പോയതറിഞ്ഞിട്ടില്ല, സമയം പോയതറിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, സുബ്ഹി ബാങ്ക് വിളിക്കാനുള്ള സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വന്നപ്പോഴാണ് ഹബീബിന്റെ കുപ്പായം നനഞ്ഞിരിക്കുന്നുണ്ട്, ഹബീബിന്റെ മുസല്ല നനഞ്ഞിരിക്കുന്നുണ്ട്, ഹബീബ് ഇരുന്ന സ്ഥലം നനഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോഴാണ് മഹാനായ ബിലാൽ തങ്ങൾ ചോദിച്ചത്, യാ റസൂലല്ലാഹ് ലിമ തബ്കീ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബേ, എന്തിനാണ് താങ്കൾ കരയുന്നത്? എന്തിനാണ് താങ്കൾ കരയുന്നത്? ഗുഫിറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. അങ്ങേക്ക് അല്ലാഹു പാപം തന്നിട്ടില്ലല്ലോ, അങ്ങേക്കൊരു ദോഷം പോലുമില്ലല്ലോ, അല്ലാഹു അങ്ങ് ബഹുമാനിച്ചിരിക്കുകയാണല്ലോ. പിന്നെ എന്തിനാണ് നബിയെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്തിനാണ് നബിയെ ഇങ്ങനെ കരയുന്നത് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബിലാൽ തങ്ങൾ ചോദിച്ചപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ബിലാലേ, ഞാൻ കരയാനുള്ള കാരണം വെറുതെയല്ല. ഇന്നലെ രാത്രി ഞാൻ നിസ്കാരത്തിലേക്ക് കൈകെട്ടിയപ്പോഴാണ് അല്ലാഹു തആല ഒരു ആയത്ത് ഇറക്കുന്നത്. ഒരു ആയത്തിറക്കി, ഈ ആയത്ത് ഓതി ഇതിന്റെ അർത്ഥം ആലോചിച്ചില്ലെങ്കിൽ അവന് നാശമുണ്ട്. വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. സൂറത്തു ആലി ഇംറാനിലെ 191 ആയത്താണിത്. ഏതാണ് ആയത്ത് എന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن في خلق السماوات والأرض واختلاف الليل والنهار. ആകാശങ്ങളെയും ഭൂമികളെയും അല്ലാഹു സൃഷ്ടിച്ചില്ലേ? ആ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് പാഠമുണ്ട്. പാടില്ലേ? നമ്മുടെ കാണുന്ന ആ ഗേറ്റ് ഇത്ര ചെറിയൊരു സ്ക്വയർ ഫീറ്റ് ആണ്, അതിന് 4 ഫില്ലർ ഉണ്ട്. നമ്മുടെ പള്ളി ഇത്ര ഒരു 4000-5000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ള പള്ളിക്ക് 100 കണക്കിന് തൂണുകളുണ്ട്. എന്നാൽ പ്രവിശാലമായി നീണ്ടുകിടക്കുന്ന ഈ ആകാശത്തിന് ഒരു തൂണ് കാണിച്ചു തരാൻ പറ്റുമോ? ഇത് പള്ളിയുടെ എഞ്ചിനീയർ അല്ല, ഇത് ഈ ഗേറ്റിന്റെ എഞ്ചിനീയർ അല്ല, ഇതിന്റെ എഞ്ചിനീയർ അല്ലാഹുവാണ്. ചിന്തിച്ചിട്ടുണ്ടോ?
ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചതിൽ, ഈ ഭൂമികളെ അല്ലാഹു സൃഷ്ടിച്ചതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇതിനൊരുപാട് ലായറുകളുണ്ട്. ഭൂമിക്കുമുണ്ട്, ആകാശത്തിനുമുണ്ട് ഒരുപാട് പാളികൾ, ഒരുപാട് വിഷയങ്ങളില്ലേ. ബയോളജി പഠിക്കുന്ന ആളുകളുണ്ട്, ജിയോഗ്രഫി പഠിക്കുന്ന ആളുകളുണ്ട്, സോണമി പഠിക്കുന്ന ആളുകളുണ്ട്, അസ്ട്രോണമി പഠിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഇഷ്ടം പോലെ ഓരോ വിഷയത്തിലും നിങ്ങൾ ഡെപ്തിലിറങ്ങുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയണം. അല്ലാത്ത പഠനം വൃഥാവിലാണ്, നഷ്ടമാണ്. അല്ലാഹു പറയാണ്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും അല്ലാഹു സൃഷ്ടിച്ചതിൽ, വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാത്രിയും പകലും മാറി വരുന്നതിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇവിടെയുണ്ട് ചില ദൃഷ്ടാന്തങ്ങൾ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മഗ്രിബ് ബാങ്ക് വിളിക്കുമ്പോൾ രാത്രിയായി, സുബഹി ബാങ്ക് വിളിക്കുമ്പോൾ പകലായി. ഇതല്ലാതെ വേറെന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കിഴക്ക് നിന്നുദിക്കുന്ന സൂര്യൻ പടിഞ്ഞാറ് പോയി അസ്തമിക്കുമ്പോ, കിഴക്ക് നിന്ന് ദിനേന ഉദിക്കുന്ന സൂര്യൻ ദിനേന പടിഞ്ഞാറ് പോയി അസ്തമിക്കുമ്പോ, ഒരു നാൾ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ചു വീണ ഞാൻ സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നത് പോലെ മരിക്കേണ്ടവനാണ് എന്നുള്ള പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? എല്ലാം അല്ലാഹുവിന്റെ നിയന്ത്രണപ്രകാരം അതിന്റെ മാർഗരയിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാറ്റമില്ലാതെ, ഒരു വ്യതിയാനമില്ലാതെ ആരാണ് ഇതിനെ ചലിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇനി രാത്രി, അറബി മാസങ്ങൾ ഒന്നാമത്തെ രാത്രിയാകുമ്പോൾ ചെറിയ ഒരു കലയായി ചന്ദ്രൻ വരുന്നുണ്ടല്ലോ, അല്ലെ? ചെറിയ ഒന്നാമത്തെ രാത്രി ചെറിയ ഒരു കല, രണ്ടാമത്തെ രാത്രിയാകുമ്പോൾ വലുതായി, 3-ന് വലുതായി, 14ആകുമ്പോ 14ആം രാവിന്റെ പൗർണമി എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുള്ള അമ്പിളിമാമൻ പൂർണ്ണമായ രൂപത്തിലെത്തി. 15ആകുമ്പോ ചെറുതായി, 20ആകുമ്പോ അസ്തമിച്ചു. ഇതിലെന്താ പാടുള്ളത്? ഇതിലെന്താ പാടുള്ളത്? ചെറിയ ഒരു കുഞ്ഞായി ഉമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചു വീണ നമ്മൾ ചന്ദ്രനെ പോലെ വലുതായി 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 ഒരു 14 ദിവസമാകുമ്പോ യുവത്വമായി, ഒരു 40കാരനായി. പിന്നെ ആർക്കൊക്കെയാണോ ഞാൻ വയസ്സ് നൽകുന്നത് അവന് ഞാൻ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ചെറിയ കുട്ടികളെ പോലെ അതേപോലെ മടക്കുകയാണ്. പിന്നെ വഴി പിടിക്കാതെ നടക്കാൻ പറ്റുന്നില്ല. പിന്നെ കക്കൂസിൽ പോകാൻ ഒരാൾ വേണം, ഭക്ഷണം വായിലേക്ക് തരാൻ ഒരാൾ വേണം, നടക്കാൻ ഒരാൾ വേണം. എന്താ? 40 വയസ്സ് വരെ ആരോഗ്യമുണ്ടായിരുന്ന ഒരാൾ 40 വയസ്സിന് ശേഷം കുട്ടിയെ പോലെ അല്ലാഹു മടക്കുകയാണ്. ചന്ദ്രനിൽ നിന്ന് പഠിക്കേണ്ട പാഠമാണിത്. ഞാനും ഉമ്മയുടെ ചെറിയ വയറ്റിൽ നിന്ന് കുഞ്ഞായി വളർന്നിട്ട് ഈ ഒരു രൂപത്തിലെത്തി. ഞാനും അതുപോലെ മരിക്കേണ്ടവനാണല്ലോ. ഇതൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. ഇത് ആലോചിക്കുന്ന ആളുകൾ അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമാ, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ അല്ലാഹുവിനെ ഓർക്കണം. നിന്ന് നിസ്കരിക്കുമ്പോ ഖുഊദാ, ഇരുന്നിട്ടും ഓർക്കണം, വഅലാ ജുനൂബിഹിം, കിടന്നിട്ടും ഓർക്കണം, വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. എന്റെ പെണ്ണുങ്ങളെ, ഡോക്ടർഷിപ്പിന് വേണ്ടി പഠിക്കുന്നവർ, ഡോക്ടറാവാൻ പഠിക്കുന്നവർ, ദന്ത ഡോക്ടർമാരുണ്ട്, ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, അതുപോലെ ഓരോ വിഷയങ്ങൾ പഠിക്കുന്ന രക്തക്കട്ടയെക്കുറിച്ച്, മാംസപിണ്ഡത്തെക്കുറിച്ച്, ഫീറ്റസിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോ ഇത് വ്യക്തമായി പറഞ്ഞു തന്ന അല്ലാഹുവിനെ മനസ്സിലാക്കാറുണ്ടോ? എന്നിട്ട് ഇത് പഠിക്കുമ്പോൾ പെണ്ണേ നീ പറയേണ്ടത്, ഇത് പഠിക്കുമ്പോൾ എന്റെ സഹോദര നീ പറയേണ്ടത്, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ, അല്ലാഹുവേ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ, ആകാശങ്ങളെ വെറുതെ സൃഷ്ടിച്ചതല്ല, ഈ നമ്മുടെ ഭ്രൂണങ്ങളെ നീ വെറുതെ സൃഷ്ടിച്ചതല്ല, വയറ്റിലുമ്മയുടെ ഗർഭപാത്രത്തിൽ സംഭവിക്കുന്ന വ്യതിയാനങ്ങളെ വെറുതെ സൃഷ്ടിച്ചതല്ല, എക്സുകളെയും വൈകളെയും ക്രോമസോമുകളെയും വെറുതെ സൃഷ്ടിച്ചതല്ല. ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും പറയണം സഹോദര, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ അല്ലാഹ്, സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, അതുകൊണ്ട് എന്റെ നരകത്തിൽ നിന്ന് കാക്കേണമേ അല്ലാഹ്. ഈ ആയത്ത് ഓതുമ്പോൾ അർത്ഥമാലോചിക്കുന്ന ആളുകൾ ഇത് ഓതുന്ന ആളുകൾക്ക് നാശമുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. വീട്ടിലിരുന്നാൽ ഇത് കിട്ടുമോ? ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വിശാലമായി നീണ്ടു കിടക്കുന്ന ആയിരക്കണക്കിന് വീടുകളുള്ള ഒരു മഹല്ലിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോ, ഇങ്ങനെ ഒരു ഖുർആനുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ സംഘടിപ്പിക്കുമ്പോ അതിലേക്ക് വരാനും പഠിക്കാനും മനസ്സിലാക്കാനും സമയവും സാഹചര്യവും ഉണ്ടായിട്ട് തിരക്കില്ലാതിരുന്നിട്ട് പോലും പഠിക്കാൻ തയ്യാറാവാതെ
മാറി നിന്ന ആളുകൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ കോടതിയിൽ എക്സ്ക്യൂസ് പറയാ? അള്ളാഹുവേ, എനിക്ക് പറയാൻ പഠിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല, എനിക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഖുർആനിന്റെ ക്ലാസുകൾ ഉണ്ടാകുമ്പോ, ഖുർആനുമായി ബന്ധപ്പെട്ട പഠന ക്ലാസുകൾ നടക്കുമ്പോ ഒരു ക്ലാസ് പോലും ഒഴിവാക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ വാക്കുകൾ എന്താ? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, മുത്തു റസൂൽ പറഞ്ഞില്ലേ, ഇന്ന ഹാദിഹിൽ ഖുലൂബ ലതസ്ദഉ കമാ യസ്ദഉൽ ഹദീദ്. ചെറുപ്പക്കാരാ, ഈ ഹൃദയം തുരുമ്പ് പിടിക്കാനുണ്ട്, ഈ ഹൃദയത്തിലേക്ക് തുരുമ്പ് പിടിക്കാനുണ്ട്. ഇരുമ്പുകൾ തുരുമ്പ് പിടിക്കുന്നത് പോലെ എപ്പോഴാണ് ഇരുമ്പിന് തുരുമ്പ് പിടിക്കുന്നത്? ഉപയോഗിക്കാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെറുതെ വെക്കുമ്പോഴല്ലേ ഇരുമ്പുകൾക്ക് തുരുമ്പ് പിടിക്കുന്നത്. എങ്ങനെയാണ് ആ തുരുമ്പിനെ വൃത്തിയാക്കുക? ഒരു മെറ്റൽ പേപ്പർ കൊണ്ടുവന്ന് ഇരുമ്പുകളെ വൃത്തിയാക്കുന്നത് പോലെ ഹൃദയത്തിലേക്ക് തുരുമ്പ് പിടിച്ചാൽ ആ ഹൃദയത്തെ എങ്ങനെയാണ് നബിയെ വൃത്തിയാക്കുക? എങ്ങനെയാണ് നബിയെ അതിനെ നന്നാക്കുക? എങ്ങനെയാണ് നബിയെ അതിനെ വൃത്തിയാക്കുക എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് മഹാന്മാരായ സ്വഹാബാക്കൾ ചോദിച്ചപ്പോഴാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഖിറാഅത്തുൽ ഖുർആൻ. ഖുർആൻ ഓതിയാൽ നിങ്ങളുടെ ഹൃദയം ശുദ്ധിയാകും, അവിടെ തുരുമ്പ് പിടിക്കൂല, അവിടെ ഹൃദയം കറുത്തു പോകൂല. ഇത് ഹബീബിന്റെ വചനമല്ലേ? ഇത് റസൂലുള്ളാഹി പഠിപ്പിച്ച വിഷയമല്ലേ? ആ ഹബീബല്ലേ പറഞ്ഞത്, തുഅറബുൽ ഫിതനുൽ ഖുലൂബ് കൽ ഹസീരി ഊദൻ ഊദാ. ഓ നിങ്ങളോ ചെറുപ്പക്കാരാ, ഓ ചെറുപ്പക്കാരാ, നമ്മുടെ പായയുടെ സ്ട്രോകൾ ഒന്നിന് പിറകെ ഒന്നിയായി അട്ടിയായി വെക്കുന്നത് പോലെ ഒരു ഫിത്ന കഴിഞ്ഞാൽ മറ്റൊരു ഫിത്ന, അത് കഴിഞ്ഞാൽ മറ്റൊന്ന്. ഫിത്നകളും പരീക്ഷണങ്ങളും കൊണ്ട് നിങ്ങൾ പൊറുതിമുട്ടുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരാനുണ്ട്. വീട്ടിലേക്ക് കയറിയാലും കാണുന്നത് ഹറാമ്, വീട്ടിൽ നിന്നിറങ്ങിയാലും കാണുന്നത് ഹറാമ്, ആംബസിൽ പോയാലും ഹറാമ്, ഹോസ്റ്റലിൽ പോയാലും ഹറാമ്, ബാലിന്റെ സദസ്സിലേക്ക് വന്നാലും ഹറാമ്. ഇങ്ങനെ ഹറാമല്ലാതെ കാണാനില്ല, ഹറാമല്ലാതെ കേൾക്കാനില്ല, ഹറാമല്ലാതെ ജീവിതത്തിൽ ചെയ്യാനൊരു അവസരം പോലുമില്ലാതെ ഇത്രത്തോളം ഫിത്നയും പരീക്ഷണവും ഹറാമിന്റെ മുന്നിൽ ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ഈ സിനിമകളോട് നിങ്ങൾക്ക് താല്പര്യം തോന്നിയാൽ, IPL മാമാങ്കം വർഷങ്ങളിൽ മാസങ്ങളോളം കൊണ്ടു കിടക്കുമ്പോ അതിനോട് നിങ്ങൾക്കൊരു മൃദു സമീപനം എന്നാൽ, കളിക്കാർക്ക് വേണ്ടി ഫ്ലക്സ് വെക്കാൻ തുടങ്ങിയാൽ, ഫുട്ബോൾ വേൾഡ് കപ്പ് വരുമ്പോ അവരുടെ പേരിൽ പതാകകൾ ഉയർത്താൻ തുടങ്ങിയാൽ, അവരുടെ പേരിൽ സംവാദം നടത്താൻ തുടങ്ങിയാൽ, അവരുടെ പേരിൽ ഫേസ്ബുക്കിൽ പോസ്റ്ററുകൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയാൽ, അവരുടെ പേരിൽ ക്ലബ്ബുകളിൽ നിന്നിട്ട് തർക്കിക്കാൻ തുടങ്ങിയാൽ, അവരുടെ പേരിൽ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ, നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു തആല കറുത്ത പുള്ളിയിട്ട് തരുമെന്ന് മാത്രമല്ല, ഈ സംസാരവും കളിക്കാരോടുള്ള ആവേശം, സിനിമയോടുള്ള ഭ്രമം കാരണം നിങ്ങളുടെ ഈ ഹൃദയം കറുത്തു പോകും. ചെറുപ്പക്കാരാ, ഇത് കറുത്തു പോയാ പിന്നെ ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറാ. പിന്നെ എത്ര വാല് പറഞ്ഞാലും നന്നാവൂല. അപ്പോഴാണ് ഒരു കുട്ടി ചോദിക്കുന്നത്, ഉസ്താദേ, ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും തമ്മിൽ എന്താ പ്രശ്നം? അതിലിപ്പോ എന്താ കുഴപ്പമാണ്? ഒരു ബോയ് ഫ്രണ്ടും ഒരു ഗേൾ ഫ്രണ്ടും തമ്മിൽ എന്താ കുഴപ്പം? ഫ്രണ്ട്ഷിപ്പ് അല്ലേ? ഇത് എങ്ങനെ ചോദിച്ചു? ഹൃദയം കറുത്തുപോയാൽ ലാ യഅരിഫു മഅറൂഫാ, നന്മ ഏത് തിന്മ ഏത് എന്ന് തിരിച്ചറിയൂല. ചില ആളുകൾ ചോദിക്കുകയാണ്, പെണ്ണിന്റെ കൂടെ നിന്നിട്ട് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്താൽ എന്താണ് തെറ്റ്? എന്ത് തെറ്റാണ് ഒരു പെണ്ണിന്റെ കൂടെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുമ്പോ? ചില ആളുകൾ ചോദിക്കുന്നത്, സ്ത്രീകൾ മുസാഫഹത്ത് ചെയ്താൽ, ഷെയ്ക്ക് ഹാൻഡ് ചെയ്താൽ എന്ത് തെറ്റാണുള്ളത്? ഇത് ചോദിക്കും ചെറുപ്പക്കാരാ. ഇത് ചോദിക്കാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കിയതാണ്, നിങ്ങൾ ഇത് ചോദിച്ചു വാങ്ങിയതാണ്. ഹൃദയം കറുത്തുപോയാൽ ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറാ, നന്മ ഏത് എന്ന് തിരിച്ചറിയൂല, തിന്മ ഏത് എന്ന് തിരിച്ചറിയൂല. എല്ലാം അയാൾക്ക് ശരിയാണ്, എല്ലാം അയാൾക്ക് ഹലാലാണ്, എല്ലാം അയാൾക്ക് പ്രശ്നമില്ല. ഇത് വന്നത് ഇവിടെ കറുത്തത് കൊണ്ടാണ്. ആ കറുഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ ലോകത്തിന്റെ മുത്ത് പഠിപ്പിച്ചു തന്നത് പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ പഠിക്കണം, ഖുർആൻ ഓതണം, എങ്കിൽ ഇത് ശുദ്ധീകരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ നിർത്താൻ പോവാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ ഇബ്രാഹിമുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ 5 മരുന്നുകളുണ്ട്. 4 ഞാൻ പറയുന്നില്ല, ആദ്യത്തെ 1 ഞാൻ പറയാം. ഇബ്രാഹിമുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാളെപ്പോഴും തെറ്റിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾ, വ്യഭിചാരത്തെ കുറിച്ച് ആലോചിക്കുന്ന ആൾ, കള്ളിനെ കുറിച്ച് ആലോചിക്കുന്ന ആൾ, മനസ്സിലേക്ക് കളികളോടുള്ള, സിനിമയോടുള്ള, സീരിയലിനോടുള്ള ഭ്രമം വിട്ടുമാറാതെ അനാവശ്യങ്ങളിലേക്കും അനാചാര
വിചാരങ്ങളിലേക്ക് ജീവിതം മാറ്റിമറിച്ച, ജീവിതം അതിനു വേണ്ടി മാറ്റിവെച്ച ചെറുപ്പക്കാരാ, അങ്ങനെ ഒരാൾ നമ്മുടെ സദസ്സിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം നന്നാവാൻ, നന്മയുടെ തീരത്തേക്ക് കടന്നു വരാൻ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പാതയിലേക്ക് കടന്നു വരാൻ അദ്ദേഹം പറഞ്ഞു തരുന്ന പരിഹാരം അർത്ഥമാലോചി ഖുർആൻ ഓതണം. നമ്മുടെ പാരായണമല്ല, നമ്മൾ ഓതുന്നത് പോലെ ഭൂം എന്ന് പറഞ്ഞു ഓതിവിടലല്ല. അർത്ഥമാലോചിച്ച് ഖുർആൻ ഓതണം, അർത്ഥമാലോചിച്ച് ഖുർആൻ ഓതണം. അതുകൊണ്ടാണ് മഹാന്മാരായ സഹാബാക്കൾ പറഞ്ഞത്, എനിക്ക് തഫക്കുറു ഒരു മണിക്കൂർ ആലോചിക്കലാണ് ഒരുപാട് സമയം ഖുർആൻ ഓതുന്നതിനേക്കാൾ നല്ലതെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് പറയുന്നുണ്ട്, ഇബ്നു അബ്ബാസ്, ഞാൻ വളരെ വേഗത്തിൽ ഖുർആൻ ഓതുന്ന ആളാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു രാത്രിയിൽ ഒരു ഖത്തം തീർത്തിട്ടുണ്ട്. പക്ഷേ അവരെ പോലെയല്ലല്ലോ നമ്മൾ. ഒരു രാത്രി കൊണ്ട് ഒരു ഖത്തം തീർത്തിട്ടുണ്ട് മഹാനായ ഉസ്മാൻ തങ്ങള്. ഒരു ദിവസം കൊണ്ട് 4 ഖത്തം തീർത്ത മഹാന്മാരുണ്ട്, ഒരു രാത്രി കൊണ്ട് 2 ഖത്തം തീർത്ത മഹാന്മാരുണ്ട്. അവരെ പോലെയല്ലല്ലോ നമ്മൾ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് പറഞ്ഞു, ഞാൻ വളരെ വേഗത്തിൽ ഖുർആൻ ഓതുന്ന ആളാണ്. ശ്രദ്ധിക്കുന്നുണ്ട്? ഒന്നണിച്ചുകൊണ്ടിരിക്കല്ലേ? സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ്. ആണുങ്ങൾ പെണ്ണുങ്ങളൊക്കെ ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഇരുന്നിട്ട് ഒന്ന് എണീച്ചിട്ട് ഇരുന്നോളൂ. ഇനി കുറെ സമയം ഒന്നും പറയുന്നില്ല, എന്റെ സമയം തീർന്നുകൊണ്ടിരിക്കുക. ഉറക്കെ സലാത്തില്ലേ സല്ലല്ലാഹു. ഇനി ദുആ ചെയ്യുന്ന സദസ്സായതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്നിട്ട് ഇരുന്നോളൂ. ദുആ ചെയ്യാൻ പോകണം. ഇവിടെ ഇരിക്കുമ്പോഴാണ് അതിന്റെ മഹത്വം ലഭിക്കുക. അവിടെ ഇരുന്ന ഈ ശ്രേഷ്ഠത കിട്ടൂല. മജ്ലിസുൽ ഇൽമ് ഇതാണ്, ഇവിടെ ഇരിക്കുമ്പോഴാണ് ശ്രേഷ്ഠത കിട്ടുക. ഉറക്കെ ചൊല്ലി നോക്കട്ടെ, സല്ലല്ലാഹു 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 അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗളയിലേക്ക് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മൾ ചൊല്ലിയ സ്വലാത്ത് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മെ കണ്ട ഹബീബിന്റെ കണ്ണിന് കൂർമ്മയുണ്ടാവട്ടെ, ആഹു സ്വീകരിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട പറയാനുള്ള അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട്, ഇബ്നു അബ്ബാസ് തങ്ങളെ, ഞാനൊരു രാത്രിയിൽ 2 തവണ ഖുർആൻ ഖത്തം തീർക്കാറുണ്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്കത് ഇഷ്ടമല്ല. 2 ഖത്തം ഒരു രാത്രിയിൽ എനിക്കത് ഇഷ്ടമല്ല. സൂറത്തൻ വാഹിദ, ഒരു രാത്രിയിൽ ഒരു സൂറത്ത് ഓതി സുബഹി വരെ ആ സൂറത്തിനെ കുറിച്ച് ആലോചിച്ചിരിക്കലാണ് ഒരു ഖത്തം ഓതുന്നതിനേക്കാളും എനിക്കിഷ്ടം. വളരെ വേഗതയിൽ, അമിതമായ വേഗതയിൽ ഒരു ഖത്തം തീർക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഒരു സൂറത്ത് ഓതി അതിന്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങലാണെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതെ, ഇബ്നു അബ്ബാസ് തങ്ങൾ തന്നെ പറയാണ്, റകഅതാനി ഫീ തഫക്കുരിൻ, അർത്ഥമാലോചിച്ചുകൊണ്ടുള്ള 2 റകഅത്ത് ഖൈറുൻ മിൻ ഖിയാമി ലൈലത്തിൻ ബിലാ ഖൽബിൻ. 12 മണിക്ക് തുടങ്ങിയ തഹജ്ജുദ് നിസ്കാരമാണ്. സുബഹി നിസ്കാരം വരെ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാൾ, പക്ഷേ അയാൾ ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുന്നില്ല, ഖുർആനിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുന്നില്ല. അറിയുന്ന സൂറത്തുകളൊക്കെ ഓതി സുബഹി വരെ നിസ്കരിക്കുകയാണ്. ആ നിസ്കാരത്തെക്കാളൊക്കെ എനിക്കിഷ്ടം 2 റകഅത്ത് ഒരു 5 മിനിറ്റ് ചെലവഴിച്ചുകൊണ്ട് 2 റകഅത്ത് ഖുർആൻ ഓതലാണ്. റകഅതാനി ഫീ തഫക്കുരിൻ, റകഅതാനി ഫീ തഫക്കുരിൻ, അർത്ഥമാലോചിച്ചുകൊണ്ട് 2 റകഅത്ത് നിസ്കരിക്കലാണ് എനിക്ക് ഒരുപാട് നിസ്കരിക്കുന്നതിനേക്കാൾ ഇഷ്ടമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇനി നിങ്ങൾ കേൾക്കണോ എന്റെ സഹോദര? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഓ സഹോദര, അല്ലാഹുവിൽ വിശ്വസിച്ച ആളുകളാണെങ്കിൽ, ആഖിറത്തിൽ വിശ്വസിച്ച ആളുകളാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ മക്കളെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞുള്ള ആയത്തിറങ്ങിയപ്പോഴാണ് പേടിച്ച് ഒരു സ്വഹാബി ബോധം കെട്ട് വീഴുന്നത്. കണ്ണു തുറന്നപ്പോ ഹബീബ് തന്റെ ചുണ്ടിന്, ആ സഹോദരന്റെ ചുണ്ടിലേക്ക് ഹബീബിന്റെ കാത് വെച്ചു കൊടുത്തു. അപ്പോഴാണ് ആ സ്വഹാബി പറയുന്നത്, യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ ശരീരത്തെ എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും, പക്ഷേ എന്റെ ഭാര്യയുടെ കാര്യം ഞാൻ എങ്ങനെയാണ് പറയാ? എന്റെ മക്കളുടെ കാര്യം ഞാൻ എങ്ങനെയാണ് പറയാ? നൂഹ് നബിയുടെ ഭാര്യ നരകത്തിലാണല്ലോ, ലൂത്ത് നബിയുടെ ഭാര്യ നരകത്തിലാണല്ലോ, നൂഹ് നബിയുടെ മകനും നരകത്തിലാണല്ലോ. എനിക്കെന്റെ ഭാര്യയെ എങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും? എനിക്കെന്റെ മകനെ എങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും? നബിയേ, എനിക്ക് പേടി തോന്നുകയാണ് ഈ ആയത്തെ കുറിച്ച് ആലോചിക്കുമ്പോ എന്ന് പറഞ്ഞ് മരിച്ചുപോയ സഹാബിയുണ്ട്. ആയത്ത് കേട്ടിട്ട് മരിച്ചുപോയ ഒരു സഹാബി. നമ്മൾക്ക് എന്തെങ്കിലും ഒരു ചിന്ത വന്നിട്ടുണ്ടോ? ഇവിടെ കൂടിയിരിക്കുന്ന പെണ്ണുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കൂടിയിരിക്കുന്ന ഉപ്പമാരോട് ഉമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ ആയത്ത് പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണം. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യ നരകത്തിൽ പോവാൻ പാടില്ല, നിങ്ങളുടെ മക്കളും നരകത്തിൽ പോവാൻ പാടില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉപ്പമാരെ, മക്കളെ കയറൂരി വിടുന്ന ഉപ്പമാരെ യാതൊരു നിയന്ത്രണമില്ലാതെ രാത്രി വീട്ടിലേക്ക് 1 മണിക്ക് വന്നാലും പ്രശ്നമില്ല, 2 മണിക്ക് വന്നാലും പ്രശ്നമില്ല, ഇനി വീട്ടിലേക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ മക്കളെ കയറൂരി വിടുന്ന ഏതെങ്കിലും ഉപ്പമാര് ഏതെങ്കിലും മുന്നിലുണ്ടെങ്കിൽ ഇത് പറയുന്നത്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ തസ്ബീഹ് മാല കൊണ്ട് സ്വർഗം കിട്ടുമെന്ന്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ തഹജ്ജുദ് കൊണ്ട് നിങ്ങളെ സ്വർഗത്തിലെത്തുമെന്ന്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ നിസ്കാരം കൊണ്ട് സ്വർഗത്തിലെത്തുമെന്ന്? എത്തൂല, ഉറപ്പാണ് എത്തൂല. മക്കളെ കാര്യത്തിൽ അപാകത വന്ന ഒരു ഉപ്പയും ഒരു ഉമ്മയും സ്വർഗത്തിലെത്തൂല, ഉറപ്പാണ്. മക്കളെ കാര്യത്തിൽ അപാകത വന്ന ഉപ്പയും ഉമ്മയും സ്വർഗം കാണുകയില്ല. അപാകത മീൻസ് പ്രായപൂർത്തി എത്തുന്നത് വരെ ദീനിൽ അധിഷ്ഠിതമായി ചിട്ടയോടെ വളർത്തേണ്ടത് ഓരോ ഉപ്പയുടെയും ഓരോ ഉമ്മയുടെയും ബാധ്യതയാണ്. നിങ്ങളുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ട്, പിന്നെ നിങ്ങൾ എത്ര നന്നായി മക്കൾ മോശമായാൽ നിങ്ങളും അവരെ കൂടെ നരകത്തിൽ പോണ്ടി വരും. സ്വഹീഹ് ഹദീസ് അടിസ്ഥാനത്തിൽ പറയാം. ഈ മക്കൾ നാളെ മഹ്ശറ വത്സവിൽ ഏത് മക്കളെന്നറിയോ? രാത്രി 12 മണിയായിട്ടും വീട്ടിലേക്ക് വരാത്ത മക്കൾ, ഇനി രാത്രി വൈകി വന്ന മക്കൾ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുമ്പോ ഉപ്പമാരെ ഉമ്മമാരെ നിങ്ങളൊന്ന് വിളിക്കാൻ തയ്യാറാവാറുണ്ടോ? സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുമ്പോ അവരുടെ മുഖത്തേക്ക് വെള്ളമൊഴുന്ന് വിളിച്ചിട്ട് നിസ്കരിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാവാറുണ്ടോ? ഇല്ല. നിങ്ങൾ ദുനിയാവിന്റെ സ്വർഗം വാങ്ങിച്ചു കൊടുത്തു, പക്ഷേ അതോടൊപ്പം നരകത്തിന്റെ ആഖിറത്തിലെ നരകമാണ് വാങ്ങിച്ചു കൊടുത്തത്. ദുനിയാവിന്റെ നരകത്തിൽ നിന്ന് മക്കളെ രക്ഷിപ്പിച്ച ഉമ്മമാരെ, ദുനിയാവിന്റെ നരകത്തിൽ നിന്ന് മക്കളെ രക്ഷപ്പെടുത്തിയ ഉപ്പമാരെ, നിങ്ങളുടെ നരകം നിങ്ങൾ രക്ഷപ്പെടുത്തിയോ? നിങ്ങളുടെ ആഖിറം നിങ്ങൾ രക്ഷപ്പെടുത്തിയോ? നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ച് ഹജ്ജ് ചെയ്ത് സക്കാത്ത് നൽകി എല്ലാം ചെയ്ത് സ്വർഗത്തിലേക്ക് പോവാൻ നിൽക്കാണ്. മക്കളാണെങ്കിലോ നരകത്തിലേക്ക് പോവാൻ നിൽക്കാണ്. അല്ലാഹുവിന്റെ മാലാഖമാര് ഈ മക്കളെയുമായി നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ആ മക്കള് പറയുമത്രേ, മുത്തുനബി പറഞ്ഞ വിഷയമാണ്, ലാ അദ്ഖുലുൻ നാറ ഹത്താ യദ്ഖുല അബീ മിൻ ഖബ്ലി. എന്നെ വഴിപിഴപ്പിച്ച എന്റെ ഉപ്പ നരകത്തിൽ കിടക്കാതെ ഞാൻ നരകത്തിൽ കിടക്കുന്ന പ്രശ്നമല്ല. എന്നെ രാത്രി 12 മണിക്ക് ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോ ഉപ്പ വാതിൽ കുറ്റിയടിച്ചപ്പോ ആ ഉപ്പ അറിയാതെ പിന്നാമ്പുറത്തുള്ള വാതിൽ തുറന്നു തന്ന എന്റെ ഉമ്മ, എന്നെ ഉപദേശിക്കാത്ത ഉമ്മ, സിനിമ കാണുമ്പോൾ ദേഷ്യപ്പെടാത്ത ഉമ്മ, എന്നെ വ്യഭിചാരത്തെ തൊട്ട് ഉപദേശിക്കാത്ത ഉമ്മ, എന്നെ കളിയെ തൊട്ട് ദേഷ്യപ്പെടാത്ത ഉമ്മ, നിസ്കരിക്കാതിരിക്കുന്ന പേടിപ്പിക്കാത്ത ഉമ്മ, ആ ഉമ്മ നരകത്തിൽ കിടക്കാതെ ഞാൻ നരകത്തിൽ കിടക്കുന്ന പ്രശ്നമല്ല എന്ന് അല്ലാഹുവിനോട് ഈ മക്കൾ ആശ പിടിച്ചാൽ സ്വർഗത്തിലേക്ക് പോകുന്ന ഉമ്മയെയും ഉപ്പയെയും കൊണ്ടുവന്നിട്ട് അല്ലാഹു വിലയിരുത്തുകയാണ്. നോക്കുമ്പോൾ പ്രായപൂർത്തി എത്തുന്നതുവരെ സംസ്കാരം പഠിപ്പിക്കണമല്ലോ, പ്രായപൂർത്തി എത്തുന്നതുവരെ അവർക്ക് അദബ് പഠിപ്പിക്കണമല്ലോ. ഞാൻ ചോദിക്കട്ടെ എന്റെ ഉമ്മമാരെ, ഞാൻ ചോദിക്കട്ടെ എന്റെ ഇവിടെ ഒരുമിച്ച് കൂടിയ ഉപ്പമാരോട്, നിങ്ങൾ ഉച്ചയ്ക്ക് നാളെ മനോഹരമായ സദ്യ ഉണ്ടാക്കി നിങ്ങളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഉപ്പയും ഉമ്മയും ഒരുമിച്ചൊരു ടേബിളിന്റെ മുന്നിലിരുന്നിട്ട് ചിക്കനും മട്ടനും എല്ലാം പൊരിച്ചു വെച്ച് നെയ്ച്ചോറും ബിരിയാണിയും വെച്ച് മനോഹരമായ ഭക്ഷണത്തിനിരിക്കുമ്പോ നിങ്ങളുടെ മൂത്ത മകനെ നിങ്ങൾ വിളിച്ചിട്ട്, മോനെ നീ ഒന്ന് പോയിട്ട് ഒരു വിദേശ മദ്യം വാങ്ങിച്ചു വാ എന്ന് നിങ്ങൾ പറയാറുണ്ടോ? അങ്ങനെ വിദേശ മദ്യം കൊണ്ടുവന്നിട്ട് നമ്മളുടെ ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ മദ്യത്തിൽ വെച്ച്
വിളിച്ചിട്ട് ഉമ്മ, നിങ്ങളത് നിങ്ങളുടെ മക്കൾ കൊടി കൊടുത്തിട്ട് ചിയേഴ്സ് അടിച്ചുകൊണ്ട് ഉപ്പ ഉമ്മ നിങ്ങളെ പരസ്പരം കഴിക്കാറുണ്ടോ? ഉണ്ടോ? അങ്ങനെയുണ്ടോ? നമ്മുടെ നാട്ടിലുണ്ടോ? സിസ്റ്റർ ഉണ്ടോ? ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ മോനോട് പറയാം, മോനെ ഒന്ന് പോയി നല്ലൊരു വിദേശ മദ്യം വാങ്ങിച്ചു വാ, എന്നിട്ട് ഉപ്പ ഒഴിച്ചു കൊടുക്കുക, ഉമ്മ ഒഴിച്ചു കൊടുക്കുന്ന ചിയേഴ്സ് അടിച്ച് കുടിക്കുക. ആ ഒരു സംവിധാനം ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ കണ്ണ് കാണും പറയാ കണ്ണ് ഇങ്ങനെ ആയിപ്പോയി, അങ്ങനെ കണ്ടു ഉസ്താദേ. ഇല്ല, ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അതില്ല, ഇല്ലാതിരിക്കട്ടെ. അത് എന്തേ ഇല്ലാത്തത്? ഇല്ലാതിരിക്കാനുള്ള കാരണം അത് അപമാനമാണ്, അത് മാന്യതയ്ക്ക് നിരക്കാത്തതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ? ഇതുകൊണ്ടല്ലേ അല്ലെ? അതൊരു മോശമായത് കൊണ്ടല്ലേ? അതൊരു നീചമായത് കൊണ്ടല്ലേ? എന്നാൽ ഇതിനേക്കാളും അപമാനമാണുപ്പ, ഇതിനേക്കാളും അപമാനമാണുമ്മ. ഉപ്പയും ഉമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് സിനിമ കാണുന്നത്. കള്ള് കുടിക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ണ് തുറന്നു പഠിച്ചോൻ ഇങ്ങനെയൊക്കെ ഉണ്ടാവോ? ഇങ്ങനെയൊക്കെ ഫാമിലി കൂട്ടമായിരുന്നിട്ട് കള്ളു കുടിക്കും. സിനിമക്കൊക്കെ പോകുന്നുണ്ട് അല്ലെ? ഫാമിലി നല്ലൊരു സിനിമ ഇറങ്ങിയ മംഗലാപുരത്ത് പോയിട്ട് ഫാമിലി ഉപ്പയും ഭാര്യയും മക്കളും സിനിമ കാണുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ കുറവാ, കോഴിക്കോട് ഭാഗത്തൊക്കെ അത് വളരെ വളരെ വ്യാപൃതമായി നടക്കാണത്. കാസർഗോഡ് ജില്ലയിൽ പെണ്ണുങ്ങൾ തിയേറ്ററിൽ പോയ കല്ലെറിയുമെന്നൊക്കെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അല്ലാഹു അഅലം. അപ്പൊ അങ്ങനെ കള്ളു കുടിക്കാൻ നിങ്ങൾ അറപ്പ് കാണിക്കുന്നത് പോലെ നിങ്ങളുടെ വീട്ടിൽ സിനിമയും സീരിയലും നിങ്ങളുടെ പെർമിഷനോടെ നിങ്ങളുടെ സമ്മതത്തോടു കൂടി കാണുന്നതും നിങ്ങൾ വെറുത്തേക്കണം. അതുപോലെ തെറ്റാണിത്, അതുപോലെയുള്ളൊരു പാപമാണിത്. നിങ്ങൾക്കത് പ്രശ്നമായി തോന്നുന്നില്ല. എന്നാൽ നിങ്ങൾ കേൾക്കണം, ഈ മക്കളാണ് നാളെ നരകം ചോദിച്ചു വാങ്ങുന്നത്. ഞാൻ ചോദിക്കട്ടെ, പ്രശ്നകലുഷിതമായ ഈ സാഹചര്യത്തില് പ്രശ്നകലുഷിതമായ ആഭാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ചമ്മാടിത്തരങ്ങളും കോപ്പാട്ടിത്തരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തില് മക്കളെ പഠിപ്പിക്കാൻ യാതൊരു ടെൻഷനുമില്ലാതെ യാതൊരു ബാധ്യതയുമില്ലാതെ നിങ്ങളുടെ വിരൽത്തുമ്പിൽ നിങ്ങളുടെ കാലിന്റെ ചുവട്ടിൽ ഒരു മഹത്തായ സ്ഥാപനം അവിടെ കിടക്കുന്നുണ്ട്. മാലിക് ദിനാർ ഇസ്ലാമിക് അക്കാദമി എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലല്ല, കേരളത്തിന്റെ അകത്തും പുറത്തും വിശ്വകലാലയമായി ലോകത്തിന്റെ മുക്കുമൂലകളിൽ പ്രശസ്തിയാർജിച്ച ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ബ്രാഞ്ചായി ഇങ്ങ് മാലിക് ദിനാറിൽ 10-12 വർഷമായി തുടക്കം കുറിച്ച മഹത്തായ സ്ഥാപനം. അവിടേക്ക് നിങ്ങളുടെ മക്കളെ, ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന മക്കൾ മദ്രസ കഴിഞ്ഞിട്ട് 11 വയസ്സ് 12 വയസ്സ് തികയാത്ത മക്കളെ നിങ്ങൾ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യിച്ചിട്ട് അവിടെ വിജയിച്ച് നിങ്ങളൊന്ന് പഠിപ്പിക്കാൻ അഴിച്ചാൽ 12 വർഷക്കാലം നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലല്ലോ. അവന് കഞ്ചാവ് അടിക്കുമോ, അവന് കള്ളു കുടിക്കുമോ, അവന് പുകവലിക്കുമോ, അവന് സീസർ വലിക്കുമോ, അവന് സിനിമ കാണുമോ, അവൻ തെറ്റ് ചെയ്യുമോ എന്നൊരു വ്യാധി നിങ്ങൾക്കില്ലല്ലോ. ഇന്ന് നിങ്ങളുടെ പ്രശ്നം എന്താ? സ്കൂളിലേക്ക് പോയ മകൻ തിരിച്ചു വരുമോ എന്ന് പേടിയാണ്, കഞ്ചാവ് അടിക്കുമോ എന്ന് പേടിയാണ്, വ്യഭിചരിക്കുമോ എന്ന് പേടിയാണ്. എന്തിനേറെ പറയണം, നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഉന്നതമായ തവാട്ടിൽപ്പെട്ട ഒരു പെണ്ണിനെ എനിക്കറിയാം. നല്ലൊരു കുടുംബത്തിൽ പിറന്ന പെണ്ണാണ്. പക്ഷെ പഠിപ്പിക്കാൻ ഹോസ്റ്റലിലേക്ക് പറഞ്ഞയച്ചത് കാരണം കഞ്ചാവിന്റെ അഡിക്റ്റായ പെണ്ണ്. ഏതോ ലോക്കൽ കുടുംബത്തിലെ പെണ്ണല്ല, ഉത്തമമായ ഒരു നാട്ടിൽ അന്തസ്സുള്ള ഒരു കുടുംബത്തിന്റെ പെണ്ണ് കഞ്ചാവിന്റെ അഡിക്റ്റാണെന്ന് തിരിച്ചറിഞ്ഞത് കല്യാണം കഴിച്ചു കൊടുത്ത ഭർത്താവാണ്. ഭർത്താവ് ഡിവോഴ്സ് ചെയ്തു. ഉപ്പാക്ക് നെഞ്ചു വിരിച്ച് നടക്കാൻ പറ്റുന്നില്ല, ഉപ്പാക്ക് സമുദായത്തിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. എന്തേ? കഞ്ചാവടിക്കുന്ന പെണ്ണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മുഖം നോക്കുക? ഈ മകൾ ഓർത്തിട്ട സമുദായത്തിൽ നിന്ന്, നാട്ടിൽ നിന്ന് ഒളിച്ച് ഗൾഫിൽ ജീവിക്കുകയാണ് പിതാവ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ മക്കളിൽ ഇല്ലാതിരിക്കാനാണ് 1ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്ത 12 വർഷക്കാലം നിങ്ങൾക്ക് നോ ടെൻഷൻ, ഒരു ടെൻഷനും ഇല്ല. 12 വർഷം കഴിയുമ്പോൾ ഒരു ഹുദവിയായി ഇറങ്ങാണ്. യാ അല്ലാഹ്, അങ്ങനെ ഇറങ്ങിയാ പിന്നെ നിങ്ങൾക്ക് പിന്നെ ടെൻഷൻ വേണ്ട. അവന് വേണ്ട സമ്പാദ്യം, അവന് വേണ്ടുന്ന വഴി, പിന്നെ എന്താണ് പോസ്റ്റ് ഗ്രാജുവേഷന് പോകണോ, ഹയർ സ്റ്റഡിക്ക് പോകണോ, ഡോക്ടറേറ്റ് എടുക്കണോ, അല്ലെങ്കിൽ അമേരിക്കയിൽ പോയി പഠിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത്, നമ്മുടെ മാലിക് ദിനാർ പഠിച്ച എൻ്റെ ഒരു സുഹൃത്ത് ഇന്ന് അമേരിക്കയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊരു സുഹൃത്ത് ലണ്ടനിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ കൂടെ പഠിച്ചവർ ലണ്ടനിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അസ്ഗൽ ഹുദവി, അതുപോലെ റാഷിദ് ഹുദവി എന്ന് പറയുന്ന അമേരിക്കയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേ, തുർക്കിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്തഫ ഹുദവി. ഇഷ്ടംപോലെ ആളുകൾ. നിങ്ങൾക്ക് ഹയർ സ്റ്റഡിക്ക് വേണ്ടി, കൂടുതൽ പഠിക്കാൻ വേണ്ടി മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് പോകണം, ആവാം. ഇനി നിങ്ങൾക്ക് പള്ളിയിൽ ഒരു ഖത്തീബായി ജോലി ചെയ്യണം, അതും ആവാം, നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ദീനിന് ഉപകരിക്കുന്ന 4 ഭാഷകൾ വളരെ മനോഹരമായി കൈകാര്യം ചെയ്യും മക്കളെ നിങ്ങൾക്ക് കിട്ടൂലേ?
സ്കൂളിൽ മാസാമാസങ്ങളിൽ 6000-ഉം 10,000-ങ്ങളും നിങ്ങൾ കൊടുക്കുമ്പോൾ 5 പൈസയുടെ ചെലവില്ലാതെ വളരെ മഹത്തായ ഒരു സിലബസ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം നമ്മുടെ മുന്നിലുണ്ടായിട്ട് പഠിപ്പിച്ചില്ലെങ്കിൽ ഈ മക്കൾ നാളെ ചോദ്യം ചെയ്യൂലേ? ഇന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇന്ന് നമ്മുടെ ഏജിലുള്ള പല മക്കളും നമ്മെ കാണുമ്പോൾ പറയാറുണ്ട്, എൻ്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല, നിങ്ങളെ പോലെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു എന്ന് പറയുന്ന എത്ര സുഹൃത്തുക്കളുണ്ട്. ഈ ദുനിയാവിൽ വെച്ച് ഉമ്മമാരെയും ഉപ്പമാരെയും ഈ മക്കളെ പറയുന്നുണ്ടെങ്കിൽ നാളെ ആഖിറത്തിൽ വെച്ച് എത്രത്തോളം പറയുമെന്ന് നമ്മൾ ആലോചിക്കുക. എന്നിട്ട് ഭീമമായ തുകകൾ നൽകി മക്കളെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ പറഞ്ഞേക്കുമ്പോ അതിന് തത്തുല്യമായ ഭൗതികതയും മതവും കൂട്ടിച്ചേർത്ത് നമ്മുടെ സാമൂഹിക അന്തരീക്ഷങ്ങളിൽ മതചിട്ടയോടെ മതചൈതന്യത്തോടെ തളർത്തി നിൽക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ പഠിപ്പിക്കുക. പെൺകുട്ടികളെ പഠിപ്പിക്കാൻ വഫിയ കോളേജുകളുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ അവർക്കൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവർക്ക് +1, +2 ഡിഗ്രി PG സഹിതം അവർക്ക് നൽകുന്ന മതവും ഭൗതികവും സമന്വയിപ്പിച്ച് പഠിപ്പിക്കുന്ന നല്ല ഒരു മൊയിലാർച്ചിമാരായ വഫിയകൾ പഠിപ്പിച്ചുകൂടെ? വെറും ഭൗതികതയുടെ പിന്നാലെ പോയിട്ട് എന്ത് നേടി? ഈ മക്കളാണ് നാളെ നമ്മൾക്കെതിരെ തിരികെ. അള്ളാഹു കാക്കട്ടെ. സമയം 10:08 ഇൻഷാ അല്ലാഹ് ഒരൊറ്റ ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ നിർത്താണ്. നമ്മൾ ഖുർആനിനെ ആലോചിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നരകത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു എന്നെ സമ്മതിക്കും, എനിക്ക് അനുവാദം തരും. അങ്ങനെ നരകക്കാരെ ഞാൻ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ഖുർആൻ ഓടി വന്നിട്ട് ഇയാളെ കൊണ്ടുപോവാൻ ഞാൻ വിടൂല, ഇല്ലാ മൻ ഹബസഹുൽ ഖുർആൻ. ചില ആളുകളെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഖുർആൻ സമ്മതിക്കൂല. അങ്ങനെയുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റൂല. അതുകൊണ്ട് ഖുർആനും നിങ്ങളുടെ ഇടപാട് നിങ്ങൾ നോക്കിക്കോളണം. മറ്റുള്ള വിഷയത്തിലൊക്കെ ഞാൻ രക്ഷിക്കാം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ വിഷയമാണ്. ഖുർആനോടെ മൈൻഡ് ചെയ്യാത്തവർ, ഖുർആൻ പഠിക്കാൻ സമയം കണ്ടെത്താത്തവർ, ഖുർആൻ ഓതാൻ സമയം കണ്ടെത്താത്തവർ, ഇല്ലാ മൻ ഹബസഹുൽ ഖുർആൻ. ഖുർആൻ തടഞ്ഞാൽ അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റൂല. അല്ലാത്ത ആളുകളെയൊക്കെ ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. وقال الرسول إن قوم اتخذوا هذا القرآن مهجورا. അല്ലാഹുവിന്റെ ഹബീബ് ഒരു പരാതി പറയുന്നുണ്ട് റബ്ബിനോട്, അല്ലാഹുവേ എന്റെ സമുദായം ഈ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞുവല്ലോ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുന്ന ആളില്ല എന്നല്ല, ഖുർആനിൽ അധിഷ്ഠിതമായി അമൽ ചെയ്യുന്ന ആളുകളുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ പള്ളിയിലേക്ക് പോകുമ്പോൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കാണാനിടയായി. സൂറത്ത് തൂർ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ആയത്ത് വന്നത്, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ. നിശ്ചയമായിട്ടും അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ഇന്ന അദാബ റബ്ബിക വാഖിഅ. നിശ്ചയമായിട്ടും അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വമാ മാലഹു മിൻ ദാഫിഅ. അല്ലാഹുവിന്റെ ശിക്ഷ വന്നാൽ അതിനെ തടയാൻ ഒരാൾക്കും പറ്റൂല, അതിനെ ചെറുക്കാൻ ഒരാൾക്കും പറ്റൂല, അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ഒരാൾക്കും പറ്റൂല. അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വരുമെന്നുറപ്പുള്ള ആയത്തുണ്ടായോദിയപ്പോ അല്ലാഹുവാണ് സത്യമെന്ന് പറഞ്ഞ് പേടിച്ച് വീട്ടിലേക്ക് പോയ ഉമർ തങ്ങൾ 1 മാസമാണ് രോഗിയായി കിടന്നത്. 1 മാസം രോഗിയായി കിടന്നു. സ്വഹാബാക്കളൊക്കെ വീട്ടിൽ വന്നിട്ട് സന്ദർശിക്കുകയാണ് ഉമർ തങ്ങളെ. എന്ത് രോഗമെന്നറിയുന്നില്ല. ആയത്ത് കണ്ടിട്ട് പേടിച്ചതാണ്. നേരത്തെ ആയത്ത് കണ്ടിട്ട് ഒരു സഹാബി മരിച്ചുപോയി. നമ്മൾക്ക് എന്തുണ്ടായി? അതുകൊണ്ടാണ് വളരെ വിശാലമായി ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.